വേഗമരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम से सभी पवित्र जनों को प्रेम का वंदन। കർത്താവിന്റെ കൃപയാൽ നമുക്ക് ഒരു ദിവസം കൂടി കർത്താവ് ദാനമായി തന്നു. प्रभु का दया से हमको और एक दिन दान स्वरूप मिला. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. हमें इस दुनिया में हम जीते समय में एक एक दिन वो प्रभु का दान है. അപ്പോൾ ഇന്ന് ഒരു ദിവസം കൂടി നമുക്ക് ലഭിച്ചെങ്കിൽ ആ സമയം ദിവസം തന്ന ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹം നമ്മൾ വീണ്ടും ക്രിസ്ത്യാനിരൂപരായി തീരുക എന്നുള്ളതാണ്. इसके लिए आज का दिन जो प्रभु ने हमें दिया है वो आज का दिन भी हम लोग मसीह के रूप में अनुरूप होए ये दिन उसके लिए इस्तेमाल करें. നമുക്കറിയാം ഫിലിപ്പ് ലേഖനം 1:4 വായിക്കുമ്പോൾ മലയാളത്തിൽ 6 ഹിന്ദിയിൽ വായിക്കുമ്പോൾ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. അപ്പോൾ ആ സമയത്തിന് ദൈവത്തിന് പ്രാധാന്യമുണ്ട്. അപ്പം അത് നമ്മളിവിടെ മനസ്സിലാക്കി നമ്മൾ ദൈവത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്നുവെങ്കിൽ ആ കാര്യങ്ങൾ വളരെ ഭംഗിയായി നിവർത്തിക്കപ്പെടും. इसके लिए फिलिपियों का पुस्तक पहला अध्याय वाक्य 6 में वहाँ पर प्रभु पढ़ता है कि वो भला कार्य जो प्रभु हमारे अंदर शुरू किया है वो प्रभु का दिन में वो पूरा करेगा. इसलिए समय का विषय देखा जाए तो प्रभु उसको मूल्यता वो देता है, प्रदान रखता है. इसलिए वो मूल्यता में प्रभु सब कार्य करता है. ദൈവം നമ്മളിൽ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. प्रभु हमारे अंदर, परमेश्वर हमारे अंदर ये सारा कार्य करते जा रहा है. അതിന് നമ്മളിവിടെ സഹകരിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾക്ക് വളരെ വേഗതയുണ്ടാവും. और हम उसके साथ सहमति करेंगे, सहभागिता रहेगा तो उस कार्यों में आसानी से होगा. നമ്മൾ അനേക കാര്യങ്ങളും ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അജ്ഞരായതുകൊണ്ട് നമുക്ക് അതിന് സഹകരിക്കാനോ ആ പ്രവൃത്തി നമ്മളിൽ പെട്ടെന്ന് വളരാനോ ഇടയാകുന്നില്ല. बहुत से बातों में हम प्रभु के साथ सहभागी ना होने के वजह से या प्रभु के साथ हमें एक ना होने की वजह से बहुत से कार्य हमारे अंदर देरी से होता है, कोई काम हमें नहीं हो पाता. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ദൈവഹിതം അറിയണമെന്ന് പറയാൻ കാരണം. इसीलिए तो हम कहते हैं कि परमेश्वर की इच्छा क्या है जाने. നമ്മൾ മറ്റുള്ളവരെ പോലെ നമുക്കറിയാമല്ലോ എഫേസ്യർ 5:17 പറയുന്നത് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ആ അജ്ഞാനികളെ പോലെയല്ല, നമ്മൾ ജ്ഞാനികളായി ദൈവഹിതം ഓരോ ദിവസവും ഓരോ നിമിഷവും അറിഞ്ഞ് ജീവിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. इसके लिए एफेसों का पुस्तक उसका 5:17 में जब हम पढ़ते हैं समय में हम लोग अज्ञान ना बने बल्कि बुद्धिमान बने और परमेश्वर का इच्छा क्या है वो जाने और समझे कि परमेश्वर का इच्छा क्या है. അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസവും പ്രിയമുള്ളവരെ നമുക്ക് ലഭിക്കുന്നത് നമ്മൾ എത്രമാത്രം ക്രിസ്ത്യാനിരൂപരായി തീരുന്നു, അവിടുത്തെ ജീവനിലും സ്വഭാവത്തിലും എത്രമാത്രം നമുക്ക് വളരാൻ കഴിഞ്ഞു, ഇത് നമ്മൾ ശ്രദ്ധിക്കണം. इसलिए हमें एक एक दिन हमें ये प्रयत्न रहना है हमें कि हम लोग कितना हम लोग उस मसीह के रूप में अनुरूप होने के लिए हम अपने आप का समर्पण कर रहे हैं. കഴിഞ്ഞ 2 ദിവസം നമുക്ക് മലയാളത്തിൽ പരിഭാഷ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് പരിഭാഷ ചെയ്യാൻ കഴിഞ്ഞില്ല. गया 2 दिनों में हिंदी में मलयालम में बोलकर हिंदी में परिभाषा करने हो नहीं पाया. എന്നാൽ ഇനി തുടർന്ന് അങ്ങനെ തുടർന്നുവാനായി കഴിയുമെന്ന് ആഗ്രഹിക്കുന്നു. और ये आग्रह है कि अभी आने वाले दिनों में सब दोनों भाषाओं में होगा. ദൈവത്തിന്റെ വചനത്തിന്റെ സത്യങ്ങളെ എല്ലാവരും അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് നമ്മുടെ ആഗ്രഹം. क्योंकि हम ये चाहते हैं कि हमारा आग्रह यही है कि प्रभु का ये सत्य अधिक से अधिक लोग जाने. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വചനത്തിന്റെ പ്രകാശനങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുക. इसके लिए हमें मिला हुआ प्रभु का ये प्रकाश बाकी लोगों पे पहुंचाइए. നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് പകരുക. जब आपके पास ये आता है तो आप दूसरों को बांटे. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. प्रभु का नाम का महिमा हो. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണന്റെ രക്ഷയെക്കുറിച്ചാണ്. इसलिए हम इन दिनों में हम लोग प्राण के उद्धार के विषय में हम सीख रहे थे. പലർക്കും ത്രികാല രക്ഷയെക്കുറിച്ച് അറിയാമെങ്കിലും പ്രാണന്റെ രക്ഷയുടെ വിഷയത്തെക്കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നവർ വളരെ അപൂർവമാണ്. तो ये बहुत लोगों को ये त्रिकाल का उद्धार के विषय में जानकारी होगा, लेकिन प्राण के उद्धार के विषय में उतना गहरा जानकारी नहीं मालूम. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. इसीलिए ये विषय में हम ज्यादा इस पे गहराई में जानने के लिए आग्रह रखें. കാരണം നിത്യതയോടുള്ള ബന്ധത്തിൽ പ്രാണന്റെ രക്ഷ വളരെ പ്രാധാന്യമുള്ളതാണ്. क्योंकि आनंदता का उद्धार के विषय में अगर देखा जाए तो आनंद राज्य में प्रवेश में और जीवन का बताने में विषय में प्राण का उद्धार बहुत जरूरत है. അപ്പോൾ നമുക്ക് വീണ്ടും അതിനാധാരമായിരിക്കുന്ന ഒരു വാക്യം വീണ്ടും വായിക്കാം. ഫിലിപ്പ് ലേഖനം 2:12 വാക്യം. हम लोग उसके आधार पर वाक्य हम पढ़ेंगे. फिलिपियों का पुस्तक 2:12. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. जिस प्रकार तुम सदा से आज्ञा मानते आए हो वैसे अब भी न केवल मेरे साथ रहते हुए पर विशेष करके अब मेरे दूर रहने पर भी डरते और कांपते हुए अपने अपने उद्धार का कार्य पूरा करते जाओ. അപ്പോൾ ഇവിടെ പൗലോസ്ലീഹ പറയുന്നത്, ഞാൻ ദൂരത്തിരിക്കുമ്പോഴും നിങ്ങൾ വളരെ ഭയത്തോടും വിറയലോടും കൂടെ
നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. इधर पौलुस क्या कहता है, मैं तुमसे जब दूर रहते समय में और भी डरते हुए कांपते हुए अपने उद्धार के लिए तुम कार्य करना, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ അനുസരിക്കുമായിരുന്നു, क्योंकि मैं जब तुम्हारे पास था तुम लोग आज्ञा मानते थे, എന്നാൽ ഇപ്പോൾ ഞാൻ ദൂരസ്ഥനായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് അനുസരണത്തിനൊരു ഭംഗം വരാൻ പാടില്ല. लेकिन मैं अभी तुमसे दूर हूँ, इसके लिए आगे के विषय में कोई कमी नहीं आए. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെ അനുസരിക്കണം? വളരെ ഭയത്തോടും വിറയലോടും കൂടെ. और ये कैसा तुम लोग को मानना है वचन को, डरते हुए कांपते हुए. നമ്മൾ ദൈവവചനം പ്രമാണിക്കുന്നതിൽ ഈ ഭയവും ഈ വിറയലും നമുക്കുണ്ടോ? इसके लिए जब प्रभु का वचन को मानते समय में ये डर और ये कांपने का अनुभव है क्या? അതെല്ലാം കർത്താവ് അതെല്ലാം തൂക്കി നോക്കും. क्योंकि वो सबका हिसाब प्रभु उसको तोल के देखेगा. തിരുവചനത്തിൽ പറയുന്നിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ നമ്മളൊരു വീഴ്ച വരുത്താൻ പാടില്ല. प्रभु के वचन के विषय के आधार पर आते समय में कोई भी बात की कमी नहीं होनी चाहिए. അപ്പോൾ വീഴ്ച വരാതെ നമ്മൾ ആ കാര്യങ്ങൾ എങ്ങനെ പറഞ്ഞിരിക്കുന്നോ അതുപോലെ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഭയം വേണം. അത് വളരെ വിറയലോടെ നമ്മൾ ചെയ്യണം. तो इसके लिए वचन इस तरह जब लिखते समय में उसमें कोई कमी ना होते हुए वो वचन को हम लोग डरते हुए कांपते हुए मानना है. നമുക്കറിയാം മഹാപുരോഹിതൻ ഇസ്രയേലിൻ്റെ ആ മഹാപാപ പരിഹാര രക്തവുമായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുമ്പോൾ താൻ പോകുന്നതിനെ അറിയോ? വളരെ ഭയത്തോടും വിറയലോടും കൂടിയാ. यस, हम देखते हैं कि जब इसराइल के विषय में आते समय महापाप का हल्का दिन में जब महायाजक लहू लेकर अति पवित्र स्थान में प्रवेश करते समय में वहां पर हम देखते हैं वो डरते हुए कांपते हुए अंदर जाता है. കാരണം എവിടെയെങ്കിലും ആ വ്യവസ്ഥയ്ക്ക് ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ യാതൊരു मुखपक्षों इल्लादे मरणम निश्चय. तो उसके लिए क्योंकि अगर उधर उस विषय उस समय में कोई भी बात की अगर कमी हुआ, कुछ भी बात में अगर इधर उधर हो गया तो परमेश्वर के उस विषय में कोई पक्षपात नहीं, बल्कि उधर न्याय आएगा और वो मरेगा. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ആ ഭക്തിയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ യഥാർത്ഥത്തിൽ രക്ഷയോടുള്ള ബന്ധത്തിലും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ഭയത്തോടും വിറയലോടും കൂടെ. इसके लिए हमारे सुधार के कार्य के विषय में भी हम जब आगे बढ़ते रहते समय में एकदम डरते हुए कांपते हुए हमें करना है. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ എല്ലാ പ്രവർത്തനങ്ങളിലും നമുക്ക് ദൈവത്തോടുള്ള ഭയവും ദൈവത്തോടുള്ള വചനത്തോടുള്ള ആ ശരിയായിരിക്കുന്ന ഭക്തിയും ഉണ്ടായിരിക്കും. इसके लिए वचन के आधार पर हम जीते समय में हमें वो परमेश्वर की ओर भय और वचन को आधार को मानते हुए अच्छा भक्ति के स्वरूप जीना है. ഇല്ലെങ്കിലോ? नहीं तो क्या होगा? 1 പത്രോസ് 1-ാം വാക്യം, पहला पत्रोस 1 अध्याय उसका 17 वाक्य. മുഖപക്ഷം കൂടാതെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. पढ़ेंगे. जबकि तुम हे पिता कहकर उसे प्रार्थना करते हो, जो बिना पक्षपात हरेक के काम के अनुसार न्याय करता है, तो अपने परदेशी होने का समय भय से बिताओ. അപ്പോൾ നമ്മള് ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നത്, हम भी परमेश्वर को पिता करके बुलाते हैं, എന്നാൽ लेकिन നമ്മൾ ഭയത്തോടും വിറയലോടും കൂടി നമ്മൾ കർത്താവ് ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ മുഖപക്ഷമില്ലെന്നാ പറഞ്ഞത്. तो वहाँ पर डरते हुए कांपते हुए अगर प्रभु ने हमारे लिए जो जिम्मेदारी दिया है उसको अगर हम पूरा नहीं करेंगे तो हमारा परमेश्वर देखो जो कैसा न्याय करता है, बिना पक्षपात का वो न्याय करता है. ഇവിടെ അവിടെ ആരാണെന്നൊന്നും നോക്കിയല്ല, उधर तुम कौन हो करके दिखेगा नहीं, നമ്മളോട് പറയുന്നത് അതുപോലെ ചെയ്യുന്നുണ്ടോ എന്ന് ദൈവം നോക്കുന്നുണ്ട്. क्योंकि जब हमको जो बातें बोला है वो वैसे ही कर रहे हैं कि नहीं वो देखेगा. നമുക്കറിയാം മോശയോട് ദൈവം പറഞ്ഞത് നീ ഇനി പാറയോട് കൽപ്പിക്കാനാ. പക്ഷേ മോശയ്ക്ക് ഒരു അല്പം ജനത്തെ പ്രതി അല്പം ദേഷ്യമുണ്ടായപ്പോൾ താൻ കൽപ്പിക്കുകയല്ല ചെയ്തത്, താൻ ദേഷ്യം വന്നപ്പോൾ 2 അടിയാൻ കാണിച്ചു. हम देखते हैं गणना का पुस्तक में जब परमेश्वर ने मूसा को उस चट्टान को जाकर बात करने के लिए कहा, बोला तो, लेकिन लोगों का कुड़कुड़ाहट को सुनकर उसको गुस्सा आया और वो जाके बोलने के बजाय उसने जाके वो पत्थर को मारा. അപ്പോൾ അവിടെ ജനത്തിന്റെ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടായി. അതിന്റെ പരിണത ഫലം തനിക്ക് വാഗ്ദത്ത ദേശത്തെ ഈ ജനത്തെ നയിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. तो जिस लोगों को वो चला रहा था उनका स्वभाव को देखकर उसके अंदर गुस्सा आकर प्रभु का आज्ञा का पालन ना करने की वजह से प्रतिज्ञा किया हुआ नगर पे उसको प्रवेश ही नहीं मिला. കാരണം ദൈവോട് പറയുന്നത് ആ ജനത്തിന് മുമ്പിൽ നീ എന്നെ വിശുദ്ധീകരിച്ചില്ല. क्योंकि प्रभु वहाँ पर क्या कहता है कि लोगों के सामने तूने मुझे पवित्र नहीं किया. എങ്ങനെയാണ്? कैसा? കർത്താവ് പറഞ്ഞതുപോലെ ചെയ്തില്ല. जैसा प्रभु ने कहा वैसा नहीं किया. നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ അവിടെ
അവിടുത്തെ നാമത്തെ തുച്ഛീകരിക്കുക. अब प्रभु जैसा कहता है वैसा हम लोग नहीं करेंगे तो उनका नाम को हम निंदा करते हैं. പ്രിയമുള്ളവരെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ വളരെ വിശ്വസ്തരായിരിക്കണം. നമ്മൾ കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുവാൻ നമ്മൾ ഉത്സാഹിക്കണം. इसके लिए प्रभु जैसा कहता है हमें उस विषय में विश्वास योगी रहना है और उत्साह के साथ जैसा कहा है उसको पूरा करना है. ഇല്ലെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടതാണെന്ന് പറഞ്ഞുകൊണ്ട് മുഖപക്ഷമില്ല. उसको अगर ऐसा नहीं हुआ तो उद्धार पाया बोल के फायदा नहीं, क्योंकि परमेश्वर बिना पश्चाताप का है. ഞാൻ മകനാണ്, ഇനി എനിക്ക് എന്റെ പദവി നഷ്ടപ്പെടുകയില്ല എന്നൊക്കെ ചിന്തിച്ച് എനിക്ക് അതുകൊണ്ട് എന്തും ചെയ്യാം എന്ന് ചിന്തിച്ച് നമ്മൾ വഞ്ചിക്കപ്പെടരുത്. हाँ, ऐसा धोखा ना है खाए, देखो अभी मैं बेटा हूँ, अभी मैं नाश नहीं होगा, मेरा कुछ भी नुकसान नहीं होगा करके ऐसा बोलकर धोखे में ना जीना. ഇവിടെ മുഖപക്ഷം കൂടാതെ ദൈവം ന്യായം വിധിക്കും. क्योंकि बिना पश्चाताप का प्रभु न्याय करेगा. ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് ദൈവം കൊടുക്കുന്നത്. एक एक का कार्य के हिसाब से प्रभु उनको प्रतिफल देगा. നമുക്കറിയാം, ഒരു വട്ടം മുഖപക്ഷം എന്ന് പറഞ്ഞാലും പിന്നെ അത് ചെയ്യാം. तो एक बार अगर बिना पश्चाताप का है बोला तो उसी में सही है. എന്നാൽ നമ്മൾ ബൈബിളിൽ ഈ കാര്യം വളരെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. लेकिन बाइबल में ये इस विषय को बार बार उठा के कहता है. നമ്മൾ റോമാലേഖനം 2-ാം അധ്യായം रोमियो का पुस्तक 2 अध्याय അതിന്റെ 10-11 വാക്യം വായിക്കുമ്പോൾ उसका 10 और 11 में നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ആദ്യ യഹൂദനും പിന്നെ യവനനും ലഭിക്കും. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. पढ़ेंगे. परंतु महिमा और आदर और कल्याण हर एक को मिलेगा जो भला करता है, पहले यहूदी को फिर यूनानी को, क्योंकि परमेश्वर किसी का पक्षपात नहीं करता. देखो, परमेश्वर किसी का पक्षपात नहीं करता. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് ഒരു ആരോടും ഒരു മുഖപക്ഷമില്ല. तो परमेश्वर के विषय में कि प्रभु को किसी को भी ऊपर पक्षपात नहीं है. പത്രോസ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. पत्रोस एक गवाही देता है. അവരുടെ അറിവും പ്രകാരം ആ അറിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടി. तो उसको जितना जानकारी पता है उस जानकारी से भी थोड़ा अलग और विपरीत प्रभु कार्य किया करके ये बात पत्रोस को मालूम पड़ा. കാരണം അന്ന് വരെ പിന്നെ ശിഷ്യന്മാർ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരൊന്നും ഈ ജാതികളുടെ ഇടയിൽ പോയി സുവിശേഷം അറിയിക്കുകയോ അവർക്കും കൂടിയാണ് ഈ രക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തില്ല. क्योंकि उन दिनों तक हम कार्यों में हम पढ़ते हैं प्रेरितों के कार्यों में कि उन लोग जब भी उन लोग कार्य करते थे, सेवा करते थे, यहूदियों के बीच में करते थे. परमेश्वर अन्य जातियों को भी चुना है, उनके बीच में भी कार्य करेंगे, ये बात का बोध ये पत्रोस को नहीं था. എന്നാൽ കൊർന്നേലിയോസിനോടുള്ള ബന്ധത്തിൽ ദൈവം തന്നെ പത്രോസിനോട് ഇടപെടുകയും പത്രോസിനെ അവരുടെ മധ്യത്തിൽ അയക്കുകയും അങ്ങനെ അയച്ച പത്രോസ് പറയുന്ന ഒരു സാക്ഷ്യമാണ്. लेकिन कुरनेलियुस के घर के विषय में, उद्धार के विषय में कार्य होते समय में प्रभु ने पत्रोस को एहसास दिलाया और उसी को इस्तेमाल किया कुरनेलियुस के भवन में उद्धार लाने के लिए. അപ്പോൾ നമ്മൾ പത്രപ്രവൃത്തി 10-34-35 വാക്യം വായിക്കുമ്പോൾ उसका प्रेरितों का कार्य 10 का 34-35 में അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. पढ़ेंगे. तब पतरस ने कहा, अब मुझे निश्चय हुआ कि परमेश्वर किसी का पक्ष नहीं करता, वरन हर जाति में जो उससे डरता और धर्म के काम करता है वह उसे भाता है. അപ്പോൾ എന്ന് പറഞ്ഞാല് അപ്പോഴാണ് പത്രോസിന് ആ കാര്യത്തിലുള്ള അറിവുണ്ടായത്. तो उस समय तक पत्रोस को उस विषय में जानकारी मिला. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ പാതയിൽ നമ്മൾ നടക്കുന്തോറും നമുക്ക് പ്രകാശനങ്ങൾ കർത്താവ് അധികമായി നൽകും. इसके लिए प्रभु का पथ चिन्हों में जब हम चलते हैं समय में प्रभु हमको और प्रकटीकरण देते रहेगा. അപ്പോൾ ഇവിടെ അന്ന് മുതൽ പത്രോസിലേക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവം ജാതികൾക്കൂടെ വേണ്ടിയാണ് ഈ രക്ഷ ഒരുക്കിയിരിക്കുന്നത്. इसके लिए उस दिन से पत्रोस को मालूम पड़ा कि प्रभु परमेश्वर जो है अन्य जाति के लिए भी उद्धार तैयार किया है. അപ്പോൾ അവരെല്ലാവരുടെയും കർത്താവാണെന്നുള്ള ആ പ്രകാശം കിട്ടി. वो सबका प्रभु है करके वो प्रकटीकरण मिला. എന്നാൽ അവിടെ പത്രോസ് പറയുന്നത്, और तो पत्रोस कहता है ദൈവത്തിന് മുഖപക്ഷമില്ല. परमेश्वर को कोई पक्षपात नहीं है. അപ്പോൾ ദൈവത്തെ ബഹുമാനിക്കുന്ന, ദൈവത്തെ ആദരിക്കുന്ന, കർത്താവിനെ കൈക്കൊള്ളുന്ന ഏതൊരു വ്യക്തിയെയും കർത്താവ് കൈക്കൊള്ളും. क्योंकि परमेश्वर को स्वीकारने वाला कोई भी जाति का क्यों ना हो, परमेश्वर सबको स्वीकारेगा. നമുക്കൊക്കെ ലഭിച്ച ഭാഗ്യം എത്ര വലുതാ! हमें मिला हुआ भाग्य पदवी कितना महान है. നാം ആരും യഹൂദന്മാരായിരുന്നില്ല. हम लोग कोई भी यहूदी नहीं थे, നമ്മളെല്ലാം ജാതികളായിരുന്നു. हम लोग सब अन्य जाति थे. നമുക്ക് ഒരു രീതിയിലും ദൈവത്തോട് അടുക്കാനുള്ള യോഗ്യത ഉണ്ടായിരുന്നു. हमारे पास कोई भी रीति से परमेश्वर की उपस्थिति में आने का अवस्था नहीं था. എന്നാൽ കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ചൊരിഞ്ഞു. प्रभु का अनुग्रह हमारे ऊपर आया. ഈ സത്യവചനം നമ്മുടെ അടുക്കൽ എത്തി. ये सत्य वचन हमारे पास आया അത് വിശ്വസിക്കാൻ തക്ക കർത്താവ് കൃപ നൽകി. और विश्वास करने के लिए प्रभु अनुग्रह भी दिया. നമുക്ക് ലഭിച്ച രക്ഷയെ ഓർക്കുമ്പോൾ നമ്മൾ എത്ര ദൈവത്തെ സ്തുതിച്ചാലും
മതി വരുമോ പ്രിയമുള്ളവരെ? मैं इसके लिए प्रभु को, हमें इस उद्धार को विषय में देखा जाए तो प्रभु को कितना भी धन्यवाद देगा तो वही कम पड़ेगा। അപ്പോൾ കർത്താവിന് മുഖപക്ഷമില്ല. पर इसलिए प्रभु में, परमेश्वर में कोई पक्षपात नहीं है। അതിന് ഒരു വാക്കുകൂടി ഞാൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊളോസ്യർ 3:25 और एक वाक्य भी पढ़ाना चाहता हूँ उस विषय में। कोलोस्य का पुस्तक 3:25 में हम पढ़ते हैं, അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. जो बुरा करता है वह अपनी बुराई का फल पाएगा, वह किसी का पक्षपात नहीं। അപ്പോൾ നമ്മള് വിശ്വാസിയാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എങ്ങനെയും ജീവിച്ചു കഴിഞ്ഞാല് ദൈവം നമ്മളോട് പക്ഷപാതം ചെയ്യില്ല. तो इसके लिए हम लोग विश्वासी है बोलकर हम कैसे भी जी सकते हैं, अगर बोला तो वो नहीं चलेगा, क्योंकि परमेश्वर के पास कोई पक्षपात नहीं है। അപ്പോൾ അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷമില്ലെന്നാണ്. जो बुरा करता है उसको वो किया हुआ बुराई के हिसाब से उसको प्रतिफल मिलेगा, परमेश्वर में कोई पक्षपात नहीं है। അപ്പോൾ നമ്മൾ എത്രമാത്രം ഈ ജീവിതയാത്ര ദൈവത്തോടുള്ള ഭയത്തിലും ഭക്തിയിലും കഴിക്കണം. इसके लिए हमारे ये विश्वास का ये जीवन, ये विश्वासी यात्रा हमें कितना अधिक डरते हुए कांपते हुए जीना है। നമ്മളെല്ലാവരും ക്രിസ്തുവിലായതിനു ശേഷം കർത്താവ് നമുക്ക് അനേക ദൗത്യങ്ങൾ നൽകിയിട്ടുണ്ട്. क्योंकि हम लोग सब लोग विश्वासी हो जाने के बाद प्रभु ने हमको जिम्मेदारियां दिया है, എന്നിട്ട് ആ ദൗത്യം ഏറ്റ നമ്മൾ ആ ദൗത്യം അതുപോലെ നിവർത്തിക്കുന്നുണ്ടോ? और वो जिम्मेदारी को जो हमें मिला है उसको वैसे हम स्वीकारते हुए उसको पूरा करते हैं क्या? അതോ നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഇനി ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എനിക്ക് എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു ധാരണയിൽ നമ്മൾ വഞ്ചിക്കപ്പെടുന്നുണ്ടോ? या फिर मेरा उद्धार तो हो चुका है, अब मैं कैसे भी जी सकता हूँ बोलकर इस तरह का धारणाओं और विचारों में जीते हैं क्या? കാരണം രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും കർത്താവ് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ദൗത്യം കൊടുത്തിട്ടുണ്ട്. क्योंकि उद्धार पाए हुए हर एक विश्वासियों को प्रभु ने जिम्मेदारी दिया है। അപ്പോൾ നമുക്കറിയാം ഒരു താലന്ത് ലഭിച്ചൻ എന്ത് ചെയ്തേ? हमने देखते हैं कि वो एक टैलेंट मिला, जिसको मिला उसने क्या किया? അവനായിരുന്നു വാസ്തവത്തിൽ വളരെ എളുപ്പമായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയേണ്ടവൻ. क्योंकि वही था जो सबसे आसानी से जो प्रभु को सेवा करते हुए प्रभु का महिमा करने का सबसे आसान अवस्था परिस्थिति उसको मिला था, കാരണം അല്പം ചെയ്താൽ മതിയായിരുന്നു. क्योंकि थोड़ा ही करना था उसको, മറ്റുള്ളവർക്കൊക്കെ അധികം ചെയ്യണമായിരുന്നു. क्योंकि बाकी लोगों को ज्यादा करना था। കാരണം അവർക്ക് ലഭിച്ച അനുസരിച്ച് അവർ അധികം പ്രവർത്തിച്ചെങ്കിലേ മതിയാവും. यस, क्योंकि बाकी लोगों को ज्यादा मिला है बोल के उसके हिसाब से उनको कार्य करना था। എന്നാൽ ഈ അല്പം ലഭിച്ചവൻ എന്താ ചെയ്തേ? लेकिन जिसको थोड़ा मिला था उसने क्या किया? അവൻ അത് റൂമാലിൽ കെട്ടിക്കൊണ്ട് കുഴിച്ചിട്ടു. उसने हम देखते हैं कि उसने वो विषय उसको गाड़ दिया। അവൻ എന്ത് ചെയ്തു? അതിന്റെ മത്തായി 25:25 വായിക്കുമ്പോൾ मत्ती का सुसमाचार 25:25 में हम पढ़ते हैं, ഞാൻ ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റെ തീത എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ. അപ്പോൾ അവനെ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന 26-ാം വാക്യം. तो उसका 25 में वो डर कर वो कहता है कि मैंने आपने दिया हुआ टैलेंट को जमीन में गाड़ के रखा था, ये ले लो, वापस ले लो। बोलने के बाद उसका 26 में प्रभु क्या बोलते हैं? हे दुष्ट और आलसी दास। അപ്പോൾ അവനൊരു അല്പം പോലും അവന്റെ ബുദ്ധി പോലും അവൻ ഉപയോഗിച്ചില്ല. उसमें जरा सा भी उसने अपना बुद्धि इस्तेमाल नहीं किया। കാരണം അതിന്റെ 27 കർത്താവ് പറയുന്നുണ്ട്, നീ എന്റെ ദ്രവ്യം പൊന്നുവാണിപ്പക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എന്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. അപ്പോൾ അതുപോലും അവൻ ചെയ്തില്ല. 27 पढ़ेंगे। तो तुझे चाहिए था कि मेरा रुपया सराफों को दे देता, तब मैं आकर अपना धन ब्याज समेत ले लेता। तो उतना भी उसने नहीं किया। അപ്പോൾ നമ്മൾ ചിന്തിക്കുക, എന്നിട്ട് അവൻ ആരാണ്? ദാസനാണ്. ദാസനായിട്ടും അവന് ലഭിച്ചത് എന്താണ്? അതിന് 30-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയുവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. 30 पढ़ेंगे। और इस निकम्मे दास को बाहर के अंधेरे में डाल दो, जहाँ रोना और दांत पीसना होगा। देखो उसके लिए ये जो दास है और उसका अवस्था देखो क्या हो गया। അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന് ഒരിക്കലും മുഖപക്ഷമില്ല പ്രിയമുള്ളവരെ. इसके लिए हमें एक बात समझना है, परमेश्वर को कोई पक्षपात नहीं है। നമ്മളെ കർത്താവ് വിളിച്ച് വേർപെടുത്തിയതാണെങ്കിൽ നമ്മൾക്കുള്ള ദൗത്യം അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം. इसलिए हमें जो भी जिम्मेदारी हमको मिला है उस जिम्मेदारी का हमें अच्छे रीति से उसको समझकर जिम्मेदारी के रूप से करना है। ഇന്ന് അനേകം ഞാൻ വിശ്വാസിയാണെന്ന് പറയും. आज बहुत लोग कहते हैं मैं विश्वासी हूँ, എന്നാൽ അതിന്റെ ഒരു ഗുണവും അവരിൽ പ്രകടമാകുന്നില്ല. लेकिन उनके जीवन में वो विश्वास का गुण प्रकट नहीं होता। നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു വിശ്വാസിയാണെങ്കിൽ അതിന് തക്കവണ്ണമുള്ള പ്രവൃത്തി ഉണ്ടായിരിക്കണം. क्योंकि हमारे जीवन में अगर हम विश्वासी कहते हैं तो उसके विषय में वो सही रीति का गुण प्रकट होना चाहिए। അവർക്ക് കർത്താവിനെ സാക്ഷിക്കുവാനായിട്ട് ഒരുക്കമില്ല. वो लोग प्रभु के लिए गवाही में बने रहने के लिए तैयार नहीं है। കൂട്ടായ്മകളിൽ ഉത്സാഹമില്ല. संगति में उत्साह नहीं है। വചനപഠനമില്ല.
वचन का अभ्यास नहीं है, ഒരു പ്രാർത്ഥനാ ജീവിതമില്ല, प्रार्थना जीवन नहीं है, ഒരു വിശുദ്ധ ജീവിതമില്ല, एक पवित्र जीवन नहीं है, ഒരു സാക്ഷ്യമില്ല. एक गवाही नहीं है. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. ये ऐसा नहीं, इतना भी नहीं है तो फिर अपने आप को परखना जरूरी है. നമ്മൾ ഒരു യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളിൽ നിശ്ചയമായും പ്രവൃത്തി വെളിപ്പെട്ട് വരണം. क्योंकि अगर हम सच्ची में नया जन्म पाए हैं तो हमारे अंदर इस बातों का क्रियाएं प्रकट होना जरूरी है. രക്ഷിക്കപ്പെട്ട ഒരുവൻ വീണ്ടും അവന്റെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. और नया जन्म पाया हुआ विश्वासी वो हमेशा प्राण के उद्धार के लिए आगे बढ़ना है. ആ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. वो क्रियाओं के बारे में हम सोच रहे हैं. അങ്ങനെ ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ വ്യാപൃതർ അല്ല എങ്കിൽ നമ്മൾ വാസ്തവത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്. उस विषयों में अगर हम लोग जागरूक नहीं है तो फिर वास्तव में हम धोखे में जी रहे हैं. ന്യായവിധി ദിവസം ലജ്ജയ്ക്കായി എഴുന്നേൽക്കേണ്ടി വരും. न्याय के दिनों में हमें लज्जा के लिए उठना पड़ेगा. നമ്മൾ ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം വെളിപ്പെടണം. हमें दूसरा कुरिन्थियों 5वां अध्याय में हम पढ़ते हैं कि हमने जो कार्य किया, चाहे भला हो या बुरा हो, वो सब हमको मसीह के न्याय के दिन हमको उठकर लेखा देना है. ഈ വചനമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ റെഫറൻസ് പറയുന്നത് 2 Corinthians 5:10 ഞാൻ പറഞ്ഞത്. हाँ, वो दूसरा कुरिन्थियों 5:10 में लिखा है. അപ്പോൾ ഞാൻ പറഞ്ഞത് സാരെന്ന് പറഞ്ഞാല് നമുക്ക് ഒരു ന്യായവിധിയുണ്ട്, നമ്മുടെ പ്രവൃത്തികളുടെ മേൽ ന്യായവിധിയുണ്ട്. അന്ന് നമുക്ക് പ്രശംസ ലഭിക്കുമോ, അതോ ഇവിടെ ആ ഒരു താലന്ത് ലഭിച്ചവനെ പോലെ അങ്ങനെ ഒരു വിളി, മടിയനാണ്, ദുഷ്ടനാണ്, കൊള്ളരുതാത്തവനാണ് എന്നാണ് പറയുന്നതെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഫലം? तो इसके लिए हमें जब मसीह के न्याय के सिंहासन के सामने बैठते समय में हमें प्रशंसा मिलेगा, या फिर ये दास के समान ये दुष्ट करके या अविश्वासी या फिर आलसी दास करके इस तरह का बातें हमको सुनने मिलेगा. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരു കൂട്ടായ്മയിൽ കൂടി വരുമ്പോൾ നമുക്ക് ആ കൂട്ടായ്മ സഭയുമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ? तो इसके लिए मैं आपको पूछना चाहता हूँ प्रियो कि आप जब कलीसिया में इकट्ठा होते हैं समय में उस संगति के साथ, वो भाइयों के साथ, वो कलीसिया के साथ आपका कोई भी रिश्ता है क्या? ഞാൻ പലരെയും കാണുന്നത് അവർ വരുന്നു പോകുന്നല്ലാണ്ട് അവർക്ക് സഭയിൽ യാതൊരു ഉത്തരവാദിത്വം ഉള്ളതായിട്ട് അവർക്ക് അറിഞ്ഞുകൂടാ. क्योंकि मैं बहुत लोगों को देखता हूँ, लोग बस आते हैं जाते हैं, प्रभु कलीसिया के साथ का जिम्मेदारी के विषय में उनको कोई दिलचस्पी नहीं है. നിങ്ങൾ സഭയിലാണെങ്കിൽ ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്വം ഉണ്ട് ദൈവം. क्योंकि हम लोग कलीसिया का भाग अगर हम है तो हम सब प्रिय लोगों को, नया जन्म पाए हुए हर एक विश्वासियों को जिम्मेदारी है. നമ്മൾ ആ ഉത്തരവാദിത്തങ്ങളെ നമ്മൾ ഇതുവരെ ചെയ്തോ എന്ന് നമ്മൾ ഇപ്പൊ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ആർക്കും കൂടി വരേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ കൂടി വന്നുകൊണ്ടിരുന്ന നാളുകളിൽ ഞാൻ ഈ സഭയിലെ ഒരു അംഗമാണെങ്കിലും എനിക്ക് ഈ സഭയിൽ ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് ഈ സഭയിൽ ചില കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു ബോധം നിങ്ങൾ എന്തെങ്കിലും ഭരിച്ചിട്ടുണ്ടോ? तो क्योंकि अभी तो लॉकडाउन है इसलिए इकट्ठा होने नहीं हो रहा, लेकिन इकट्ठा होते समय में जब आप पहले इकट्ठा होते थे उन दिनों में मैं ये कलीसिया का भाग हूँ, मुझे कलीसिया के लिए सेवा करना है, मैं जिम्मेदार हूँ बोलकर ये मेरा कलीसिया है, उसके बाद का बहुत कर्तव्य है करके इस तरह का बातें आपको चलाता है क्या? ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് അവിടെ വന്ന് ആ ഇരിക്കുന്ന ഇടമൊക്കെ ഒന്ന് ജാടു അടിച്ച് സാഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? एक बार भी हम जो जिस कलीसिया में इकट्ठा होते समय में या फिर उधर जिधर हम बैठते हैं वो बैठने का भाग भी कम से कम आकर चलो झाड़ू मारते, साफ करते, साफ सफाई करते हैं क्या? ആ ഡെറി ഒന്ന് പിരിക്കുവാനായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റിയിട്ടുണ്ടോ? वहाँ पर जो सब बिछाने का बातें जो भी है उधर आके बिछाने के लिए मदद करने का मन होता है क्या? അല്ല, അതൊന്ന് ആരാധന കഴിയുമ്പോ അതൊന്ന് കുടഞ്ഞ് ഒന്ന് മടക്കി വെക്കാനായിട്ട് നമുക്ക് അതൊക്കെ ഒരു ശുശ്രൂഷയാണ് പറയുന്നത്. यस तो और मीटिंग हो जाने के बाद, आराधना होने के बाद जो भी बिछाया हुआ बातें उसको लेकर उसको घड़ी करके संभाल के रखना कि ये भी करने होता है, क्योंकि ये सब प्रभु के सामने एक सेवा है जो हम कर रहे हैं. ഞാൻ ചില പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുണ്ട്, ആരുടെയും പേരെടുക്കുന്നില്ല. അവര് പെട്ടെന്ന് തന്നെ ആരാധന കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓടിച്ചെന്ന് ആ തെറിയെല്ലാം കുടഞ്ഞ് മടക്കി വെക്കുന്നു, ഉടനെ തന്നെ എല്ലാം കഴിഞ്ഞ് ഉടനെ തന്നെ ജാടു അടിക്കുന്നു. എത്ര ഉത്സാഹം! ഞാൻ പറയുന്നത് ഇതൊക്കെ അവരുടെ സ്വർഗം കാണുന്നു. നമുക്ക് നിസ്സാരമായിട്ടായിരിക്കും തോന്നുന്നേ, പക്ഷെ ഇതിനെല്ലാം ദൈവത്തിന് വിലയുണ്ട്. तो इसके लिए मैंने कलीसिया में इधर नासिक कलीसिया में मैंने एक बात देखा है, मैं उनका नाम नहीं लेना चाहता. जैसे ही संगति मीटिंग हो जाता है तुरंत वो लोग एकदम उत्साह के साथ वो लोग जो चादर बिछाया है उसको लेकर वो लोग उसको उठाकर उसको घड़ी कर अच्छे से उसको साइड में रखकर तुरंत झाड़ू लेकर साफ कर एकदम उत्साह के साथ. हमारे लिए तो ये छोटा छोटा बात रहेगा, लेकिन स्वर्ग इसे देख रहा है. स्वर्ग उसको बड़ा इज्जत और सम्मान देने वाला बातें जो ये लोग कर रहे हैं. പലരും VIP കളെ പോലെ ഒന്ന് അവര് ലേറ്റ് ആയിട്ട് വരും, എന്നിട്ട്
അവർ വേണമെങ്കിൽ ആശീർവാദം പറയുന്നതിന് മുമ്പ് പ്രാർത്ഥനയുടെ സമയത്ത് അങ്ങ് ഇറങ്ങിയും പോയി കളയും. ഇതൊക്കെയാണോ പ്രിയമുള്ളവർ ഒരു യഥാർത്ഥ സഭാ ബന്ധത്തിൽ സഭാ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? लेकिन कुछ लोग होते हैं एकदम वीआईपी के समान, एकदम देरी से आएगा, मीटिंग शुरू हो गया है, देरी से वो लोग आते हैं और आखिरी का प्रार्थना जब हम बोलते समय में खत्म करने का समय आते समय में वो प्रार्थना खत्म होने के पहले वो लोग निकल जाते हैं. क्या इस तरह का जीवन है? क्या एक विश्वासी का जीवन होना चाहिए? എന്നിട്ട് അങ്ങനെയുള്ളവർ പിന്നെ സഭയെക്കുറിച്ച് പറയുകയും ചെയ്യും, ഓ സഭയിൽ സ്നേഹമൊന്നുമില്ല. और ऐसे लोग आके फिर शिकायत करते हैं, देखो कलीसिया में प्रेम नहीं है, कोई अनबन नहीं है, कोई एकदम ठंडा अवस्था है. എത്ര ഭയങ്കര അല്ലേ? कितना भयानक अवस्था है वो. നമ്മൾ ഇന്നും സഭാ ജീവിതത്തിൽ നമുക്കുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? इसके लिए हमें कलीसिया में जब के विषय में आते समय में हमारा जिम्मेदारी जो कलीसिया के लिए वो हमने देखा है क्या? ഒരു കാര്യത്തിന് പോലും നമുക്ക് ഭാഗഭാക്കില്ലാതെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അല്പം കൊടുക്കുന്നുണ്ട് എന്നുള്ള ധാരണയിലൊക്കെ നിങ്ങൾക്ക് കർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതൊക്കെ വളരെ അബദ്ധ ചിന്താഗതി അവരുടെ. तो इसलिए हमें कलीसिया के विषय में कोई जिम्मेदारी नहीं, लेकिन सेवा के लिए मैं दान दे रहा हूँ ना बोलकर इस तरह का सोच विचार रखकर जीना बोला तो एक अभक्त का अवस्था ही है वो. അതിൽ പോലും പ്രതിഫലം കിട്ടുന്ന എത്ര പേരുടെ ദൈവത്തിന് അറിയാം. കാരണം വെച്ചാൽ അവർ നല്ല മനസ്സോടെ അല്ലല്ലോ കൊടുക്കുന്നത്. और उन्होंने दान जो दिया रहेगा उसमें भी अगर प्रतिफल मिलेगा क्या मालूम नहीं, क्योंकि अच्छे मन से दिया नहीं रहेगा. കാരണം അത് ഞാൻ തിരുവനന്തപുരത്തോടെ പറഞ്ഞുതരാം. वो वचन के आधार पर मैं बताता हूँ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, हमें एक बात समझना है प्रियो. നമുക്ക് ഒരു ഭവനത്തിലാണെങ്കിൽ ആ ഭവനത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഓരോ കർത്തവ്യമുണ്ട്. हम जब भवन में जीते समय में उस एक ही घर में भवन में हर एक अंगों का जिम्मेदारी होता है. നമ്മുടെ കൂട്ടായ്മയിലാണെങ്കിൽ കൂട്ടായ്മ ദൈവത്തിന്റെ കുടുംബമാണ്. ആ കുടുംബത്തിൽ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ട് പ്രിയമുള്ളവരെ. हम एक संगति में जीते समय में वो संगति बोला तो वो क्या है? वो प्रभु का एक परिवार है. वो परिवार में हम सबको एक जिम्मेदार है. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിലുള്ള നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. इसके लिए गए दिनों में हमारे इस आत्मिक दौड़ में हम जीते समय में इस जीवन में हमारे कोई भी भागों में क्षेत्रों में कुछ भी कमी घटी आया है क्या? ये बात को देखना है, हमें जांचना है. ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കാനും അത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി സഭയുടെ ഉന്നതിക്ക് വേണ്ടി അത് എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞോ എന്ന് നമ്മൾ പരിശോധിക്കണം. इसके लिए प्रभु ने हमको जो जिम्मेदारी दिया है या टैलेंट हमको दिया है, वो टैलेंट हमें प्रभु के महिमा के लिए, कलीसिया की उन्नति के लिए, मेरे खुद के बढ़ोतरी के लिए मैं इस्तेमाल हो रहा हो क्या नहीं, ये बात को हमें जांचना है. നമ്മുടെ ഓരോ പ്രവൃത്തികളും വാസ്തവമായിട്ട് നമ്മളൊരു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്നും ഓരോ ദിവസവും നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള ആ ഒരു ബോധം നമ്മൾ ഭരിക്കണം. क्योंकि एक दिन में जीते समय मैं एक नया जन्म पाया, उद्धार पाया हुआ व्यक्ति हूँ, प्रभु की इच्छा के अनुसार चलने वाला व्यक्ति हूँ करके उस बोध्य से हमें चलना है. നമ്മൾ അങ്ങനെയുള്ള പ്രവർത്തികളൊന്നും കാണുന്നില്ലെങ്കിൽ, लेकिन अगर ये सब क्रियाएं अगर दिख रहा नहीं है तो അനേകരെ കുറിച്ചും വളരെ ഹൃദയത്തിൽ വളരെ വേദനയുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ സ്വയം ചെയ്യണേ. इसके लिए बहुत से लोगों के विषय में जब मैं सोचते समय मुझे दुख होता है. इसके लिए प्रियो हम जो भी मेरा बातें अभी सुन रहा है वो लोग सब लोग ये वचन को सुनते समय में अपने आप को जांचे और परखे. നമ്മുടെ വ്യക്തിപരമായ ജീവിതം നമ്മൾ കർത്താവിന്റെ മുമ്പിൽ ഇന്ന് എങ്ങനെയായിരിക്കുന്നു? हमारे व्यक्तिगत जिंदगी हम जीते समय में प्रभु के सामने हम कैसा जी रहे हैं? സഭയുടെ മുമ്പിൽ എനിക്കൊരു സാക്ഷ്യമുണ്ടോ? कलीसिया के सामने मेरा गवाही है क्या? എന്റെ ഭവനത്തിൽ എനിക്കൊരു സാക്ഷ്യമുണ്ടോ? मेरा भवन में एक गवाही है क्या? എന്റെ അയൽവാസികളുടെ മധ്യത്തിൽ എനിക്കൊരു സാക്ഷ്യമുണ്ടോ? मेरे आसपास के पड़ोस के लोगों के सामने मेरा गवाही है क्या? നമ്മൾ പരിശോധിക്കണം. हमें परखना है. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ ഈ ചെറിയൊരു ആയുസ്സിൽ നമ്മളതിനെ വിനിമയം ചെയ്തില്ല എങ്കിൽ നമ്മളെ കർത്താവ് എന്തായിരിക്കും വിളിക്കുന്നത്? तो हमें जितना भी मिला हुआ हो टैलेंट को उसको हम लोग सही रीति से प्रभु के महिमा के लिए इस्तेमाल कर रहे हैं क्या नहीं, ये हमें देखना है. नहीं किया तो फिर प्रभु हमें क्या बुलाएगा? നമ്മൾ യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിയിൽ പ്രവൃത്തി ഉണ്ടാവൂ. क्योंकि एक सच्चा विश्वासी जो है उसी के अंदर प्रभु का कार्य होता है. വളരെ ശ്രദ്ധിക്കുക, ध्यान से सुनना. നമ്മൾക്ക് ഞാനൊരു വിശ്വാസിയാണെന്ന് പറയുന്നതിലല്ല, നമ്മൾ അത് പ്രവൃത്തിയാൽ വെളിപ്പെടുത്തണം. हम केवल विश्वासी है करके बोलने से नहीं, बल्कि वो विश्वासी है करके वो क्रिया के द्वारा प्रकट होता है. അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മളില്ല എങ്കിൽ അത് ആ വിശ്വാസത്തിന് ദൈവത്തിൽ ഒരു വിലയുണ്ടാകില്ല. तो इस तरह का उस क्रिया का प्रकटीकरण अगर नहीं है तो प्रभु के सामने विश्वासी बोलकर फायदा नहीं है. ഞാൻ അതിനെക്കുറിച്ച് ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. उस विषय में उस आधार पर कुछ वचन मैं पढ़ना चाहता हूँ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം ആദ്യം വായിക്കാം. याकूब का पुस्तक उसका 2:14 में जेम्स 2:14 സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരമെന്ത്? ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? हे मेरे भाइयों, यदि कोई कहे कि मुझे विश्वास है पर वो कर्म न करता हो तो इससे क्या लाभ?
क्या ऐसा विश्वास कभी उसका उद्धार कर सकता है? അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശ്വാസം അവനെ രക്ഷിക്കുമോ? तो इस तरह का विश्वास उसे बचा सकता है क्या? അപ്പോൾ ഇത് ഈ രക്ഷ ഏതിനെ കുറിച്ചാ പറയുന്നേ? तो अब ये कौन सा उद्धार के बारे में बोल रहा है? ഇത് പ്രാണന്റെ രക്ഷയെ കുറിച്ചാ. ये प्राण का उद्धार के बारे में। നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാ, क्योंकि हम लोग सब नया जन्म पाया हुआ विश्वासी है, നിങ്ങളൊരു വിശ്വാസിയാ. मैं विश्वासी है। എന്നാൽ നിങ്ങൾക്ക് തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ ഇല്ല എങ്കിൽ നിങ്ങൾ പ്രാണന്റെ രക്ഷയിൽ നിന്നും നിങ്ങൾ അകന്നുകൊണ്ടിരിക്കുക. लेकिन आगे के जीवन में हमारे विश्वास का क्रिया अगर उसमें प्रकट नहीं हो रहा है तो हम अपना प्राण का उद्धार के विषय में हम हानि उठाएंगे। അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ, इसलिए हम विश्वास करते हैं तो നിശ്ചയമായിട്ടും വിശ്വാസികൾക്ക് യോഗ്യമായ നിലയിലുള്ള സുവിശേഷത്തിന് യോഗ്യമായ വിളിക്ക് യോഗ്യമായ പ്രവൃത്തി അവനിൽ ഉണ്ടാവും. तो अगर ऐसा है विश्वासी है तो वो विश्वासी जी उस योग्य रीति में, सुसमाचार के योग्य रीति में, उसको जिस बुलाया है वो बुलावट के योग्य रीति में उसका क्रिया उसके जीवन में दिखाई देगा। അങ്ങനെ പ്രവൃത്തികൾ ഇല്ല എങ്കിൽ अगर इस तरह का क्रिया नहीं है तो എന്തുപകാരം? क्या फायदा? ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്നിട്ട് ആ സഭയ്ക്ക് അവനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെങ്കിൽ, ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അവനെ രക്ഷിച്ച കർത്താവിന് എന്തെങ്കിലും ഉപകാരമുണ്ടോ? तो इसके लिए एक व्यक्ति जिसने नया जन्म पाया है करके बोलता है और उसमें क्रिया दिख रहा नहीं है तो प्रभु उसके लिए उसको उद्धार के लिए और उसका आगे बढ़ोतरी के लिए कैसे उसको इस्तेमाल करेगा? അങ്ങനെ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമോ? इस तरह का इस रीति से एक विश्वासी अगर नया जन्म पाया भी है, बोलता है उद्धार हो गया करके बोलेगा तो भी प्रभु का महिमा होगा क्या? നമ്മൾ ആ ഭാഗങ്ങളൊക്കെ വളരെ ആഴമായി പഠിക്കേണ്ട കാര്യങ്ങളാണ്. ये सब बातों को हमें एकदम गहराई से समझना है। ഇനി അതിന്റെ 17ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. और फिर उसका वही याकूब 2:17 में हम पढ़ते हैं, അങ്ങനെ വിശ്വാസവും പ്രവൃത്തി ഇല്ലാതെ ആയാൽ സ്വതവേ നിർജീവമാകുന്നു. पढ़ेंगे। वैसे ही विश्वास भी यदि कर्म सहित न हो तो अपने स्वभाव में मरा हुआ है। അപ്പോൾ ഇവിടെ വിശ്വാസം പ്രവൃത്തി ഇല്ലെങ്കിൽ ദൈവജനം പറയുന്നു അത് നിർജീവ വിശ്വാസമാണ്. तो अगर वो विश्वास में अगर उसमें क्रिया नहीं है तो वो विश्वास ही एकदम मरा हुआ अवस्थे में है। അപ്പോൾ നമ്മൾ വിശ്വാസിയാണെങ്കിൽ അവനിൽ പ്രവൃത്തി ഉണ്ടാകണം. क्योंकि विश्वास ही अगर है तो उसमें क्रिया दिखना जरूरी है। നിശ്ചയമായിട്ടും ദൈവം അവനെ കാര്യങ്ങൾ പരമേൽപ്പിച്ചിട്ടുണ്ട്, അതനുസരിച്ചുള്ള കൃത്യമായ ഒരു പ്രവൃത്തി ആ വ്യക്തിയിൽ വെളിപ്പെടും. क्योंकि उस ये तो सच है कि उद्धार पाया विश्वासी के अंदर प्रभु ने उसको जिम्मेदारी और कार्य और सेवा दिया है और वो कार्य उसमें समय समय पर प्रकट होते रहेगा। അപ്പോൾ പലരും നമുക്ക് കാണാൻ കഴിയുന്നത് അവർക്ക് ദൈവം ഏൽപ്പിച്ച ദൗത്യം എന്താണെന്നോ അവരെ ഏൽപ്പിച്ച താലന്തുകൾ എന്താണെന്നോ അത് ഏത് നിലയിൽ വ്യാപാരം ചെയ്യണമെന്നോ ഉള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. क्योंकि बहुत से विश्वासियों को किस तरह जीना है, उनको मिला हुआ टैलेंट और जिम्मेदारी किस रीति से किस तरह इस्तेमाल करना है, ये बात वो लोग नहीं जानते। അതുകൊണ്ട് അവരതൊന്നും കർത്താവിന്റെ മുഖത്തിന് വേണ്ടി അത് ഉപയോഗിക്കുന്നില്ല. इसके लिए वो लोग कभी भी प्रभु का महिमा के लिए इस्तेमाल नहीं करते। അങ്ങനെയുള്ള അനേകരും വഞ്ചിക്കപ്പെടും. इस तरह बहुत लोग धोखे में गिरते हैं। എന്നിട്ട് അതിന്റെ 20ാം വാക്യം ചോദിക്കുകയാണ്, और फिर वाक्य 20 में कहता है, വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നിഷ്ഫലം, അത് ഫലരഹിതമാണ്. पढ़ेंगे। पर हे निकम्मे मनुष्य, क्या तू यह भी नहीं जानता कि कर्म बिना विश्वास व्यर्थ है? हाँ, तो उधर मलयालम में पढ़ते समय में व्यर्थ के बदले निष्फल है करके लिखा, मतलब विश्वास में विश्वास है बोलता और क्रिया नहीं है बोला तो एक निष्फल बिना फल का एक जीवन रहेगा। അപ്പോൾ അവിടെ ചോദിക്കുകയാണ്, നീ ഇതൊന്ന് ഗ്രഹിക്കേ. तो ये बात वो सवाल पूछ रहा है कि ये बात को तू ग्रहण कर, ये बात तू समझ, ഇതൊന്ന് ഗ്രഹിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? ये बात समझने के लिए तुझे मन है क्या? പ്രവൃത്തിയില്ലാത്ത വിശ്വാസ ജീവിതം അത് നിനക്ക് പ്രയോജനം ചെയ്യത്തില്ല. क्योंकि बिना क्रिया का जो विश्वास रहेगा वो तेरे को कोई फायदा नहीं देगा। ഇന്ന് നമ്മൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പ്രവൃത്തി, ആ ഒരു ഫലം നമ്മളിൽ ഉണ്ടോ? इसके लिए प्रभु जिस रीति से आग्रह करता है वो आग्रह कर उनके इच्छा के अनुसार वो फल हमारे जीवन में है क्या? എന്നിട്ട് അതിന്റെ 26ാം വാക്യം വായിക്കുമ്പോൾ, और फिर 26 में कहता है, ഇങ്ങനെ ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. जैसे देह आत्मा बिना मरी हुई है वैसे ही विश्वास भी कर्म बिना मरा हुआ है। അപ്പോൾ ഒരു ശരീരത്തിൽ ആത്മാവ് കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ ആ ശരീരത്തിന് ജീവനില്ല. तो अब एक बार उस शरीर से अगर आत्मा निकल जाएगा तो उस शरीर में जीवन नहीं है। അങ്ങനെ ഉള്ളതുപോലെ തന്നെ ഇവിടെ വചനം പറയാണ്, അങ്ങനെ
നിനക്ക് വിശ്വാസമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രവൃത്തിയില്ലെങ്കിൽ അത് നിർജീവമാണ്. तो उसी तरह तुम्हारे जीवन में अगर विश्वास है करके बोलकर उसके हिसाब से अगर क्रिया प्रकट नहीं हो रहा है तो वो निर्जीव अवस्था में है. അതല്ലേ ഇന്ന് അനേക വിശ്വാസികളുടെ അവസ്ഥ. आज ही बहुत से विश्वासियों का अवस्था ऐसे ही है ना. ഇങ്ങനെയുള്ള അവസ്ഥ അല്ലായിരുന്നു സർദീസ് സഭയുടെ. इसी अवस्था में सरदीस कलीसिया भी जी रहे थे ना. അവരെ കുറിച്ച് എന്താ പറഞ്ഞ കർത്താവ്? उनके बारे में प्रभु ने क्या कहा? 3:1 വാക്യം, വെളിപ്പാട് 3:1 വാക്യം, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. प्रकटीकरण का पुस्तक उसका 3:1 में वहां पर हम पढ़ते हैं, उसका आखिरी भाग में, मैं तुम्हारा काम को जानता हूँ. आगे, तू जीविता तो कहलाता है हाँ। पर है मरा हुआ. तू जीविता तो है, जीवन है करके कहता तो है, लेकिन है मरा हुआ. അപ്പോൾ അവന്റെ ഒരു പ്രവൃത്തിയിലും ദൈവം ജീവനുള്ളതായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ നിലയിൽ കാണുന്നില്ല. क्योंकि उसका कोई भी क्रियाओं में प्रभु उसमें जीवन है, यानी कि उसका क्रियाओं में प्रभु महिमा ले सके, इस तरह का कोई भी अवस्था उनका क्रियाओं में दिखता नहीं है. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്റെ ആത്മാവിനെ പകർന്നിരിക്കുന്നത്, അല്ല വീണ്ടും ജന്മം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ കൃത്യമായ നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. क्योंकि प्रभु ने अपना आत्मा हमारे अंदर उंडेला है, यानी कि हमें नया जीवन दिया है, वो सही रीति में प्रभु का कार्य करने के लिए. നമുക്കറിയാം, പിന്നെ നമ്മൾ ഇതിനു മുമ്പ് വായിച്ച ഒരു വാക്യമാണ് അപ്പോസ്തലപ്രവൃത്തി 1:8 വാക്യം. हमें इसके पहले भी हमने प्रेरितों का कार्य उसका 1:8 में हमने पढ़ा था. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. परंतु जब पवित्र आत्मा तुम पर आएगा तब तुम सामर्थ पाओगे और यरूशलेम और सारे यहूदिया और सामरिया में और पृथ्वी की छोर तक मेरे गवाह होंगे. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തിയിൽ ആത്മാവിനാലുള്ള സാക്ഷ്യമുണ്ടാവും. इसके लिए एक नया जन्म पाया हुआ विश्वासी के अंदर आत्मा के द्वारा एक गवाही रहेगा. നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. क्योंकि प्रभु ने हमारे अंदर बहुत बड़ा कार्य किया है. എന്താണ് ചെയ്തിരിക്കുന്നത്? वो क्या है? തന്റെ ആത്മാവിനെ നമ്മളിലേക്ക് പകർന്നു. उन्होंने अपना आत्मा को हमारे अंदर उंडेला है. എന്തിനു വേണ്ടിയാണ്? क्यों ऐसा किया है? നമ്മൾ 2 പത്രോസ് 1:3 വായിക്കുമ്പോൾ, दूसरा पत्रोस 1:3 में हम पढ़ते हैं, ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. क्योंकि उसकी ईश्वरीय सामर्थ ने सब कुछ जो जीवन और भक्ति से संबंध रखता है हमें उसी की पहचान के द्वारा दिया है. അപ്പോൾ അവിടുന്ന് നമുക്ക് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മ ശക്തി, അവന്റെ ദിവ്യശക്തി എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. तो उसका दिव्य शक्ति करके बोलते समय में पवित्र आत्मा के बारे में ही है. वही सामर्थ क्या करता है जीवन के लिए और भक्ति के लिए, जो भी बातों को जरूरत है वो बातों को प्रकटीकरण बोध करके देता है. അപ്പോൾ എനിക്ക് കഴിവില്ലല്ലോ എന്ന് പറയാൻ ആർക്കും കഴിയില്ല. तो मुझ में काबिलता नहीं है करके ऐसा कोई बोल नहीं सकता. എനിക്ക് ഒരു അറിവില്ല എന്ന് പറയാൻ കഴിയില്ല. मैं कुछ बात जानता नहीं हूँ ऐसा कोई बोल नहीं सकता. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കഴിവിൽ നിന്നോ നമ്മുടെ അറിവിൽ നിന്നോ നമ്മുടെ ശക്തിയിൽ നിന്നോ അല്ല. क्योंकि हमें कोई भी कार्य करते समय में हमें जो बोध है, हमें जो बुद्धि है, हमारे पास जो जानकारी है उसके हिसाब से नहीं. നമ്മൾ ചെയ്യേണ്ട എല്ലാ ആത്മാവിനായിരിക്കണം. हमें जो भी कुछ करना है आत्मा के द्वारा करना है. നമുക്ക് നമ്മുടെ കഴിവിൽ ചെയ്യുന്നതിനൊന്നും നമുക്ക് പ്രതിഫലം ലഭിക്കാനും പോകുന്നില്ല. और हम हमारे काबिलता के बलबूते से हम जो भी कार्य करेंगे उसको कोई प्रतिफल नहीं मिलेगा. നമ്മൾ ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, ദൈവത്തിന്റെ ശക്തിയാൽ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. इसके लिए हम लोग सब प्रभु के आत्मा के द्वारा एक एक कार्य कर रहे हैं, प्रभु के सामर्थ्य से एक एक बातें कर रहे हैं, ये बात का पक्का निश्चय हमें रहना चाहिए. അല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ ഒരു പ്രയോജനമില്ലാതെ വരും. नहीं तो अनंतता में हमें कोई हमारा फायदा नहीं होगा. നമുക്കറിയാം, പൗലോസ്ലീഹ ഫിലിപ്പ് ലേഖനം 4:13 വായിക്കുമ്പോൾ, ഫിലിപ്പ് ലേഖനം 4:13 വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്ന താൻ പറയുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ, തനിക്ക് കഴിവുണ്ട്, തനിക്ക് അറിവുണ്ട്, തനിക്ക് പലതും ചെയ്യാൻ കഴിയും. എന്നാൽ അങ്ങനെയല്ല പൗലോസ്ലീഹ ചെയ്തത്. फिलिपियों का पुस्तक उसका 4:13 में जब हम पढ़ते समय में फिलिपियंस 4:13 में पौलुस का गवाही क्या है? जो मुझे सामर्थ देता है उसमें मैं सब कुछ कर सकता हूँ. देखो, जो मसीह मुझे सामर्थ दिया है उसी में मैं सब कुछ करता हूँ. अभी पौलुस के पास बल है, उसके पास जानकारी है, बहुत उसको ज्ञानी है, लेकिन वो उसके बलबूते में नहीं कर रहा, बल्कि उसको जो बलवत करने वाला मसीह के सामर्थ से वो सब करता है. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ചിലര് ദൈവവചനം അറിയിക്കുന്ന അല്ലെങ്കിൽ പിന്നെ സഭയിൽ ദൈവവചനം പഠിപ്പിക്കുമ്പോഴും ചിലർ പറയാറുണ്ട്, ഞാൻ ഒന്നും ഒരുങ്ങിയിട്ടില്ല, പക്ഷെ ദൈവം ഇത് തരും.
मैंने ऐसा प्रभु के दास लोग को ऐसा सुना है जो प्रचार करते हैं, लोग बोलते हैं मैंने कुछ तो तैयारी तो किया नहीं है लेकिन प्रभु देगा। അതൊരു വചന ആധാരമൊക്കെ അവർ പറയുന്നത്. तो वो एक वचन के आधार पर लोग कहते हैं। അത് ഏത് വചനം അറിയോ? कौन सा वचन है? മത്തായി 10:20. मत्ती 10:20. അവിടെ പറയുന്നത് എന്നാണ്? പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. उसका 10:20 അതിന് 19 വായിക്കാം. 10:19 और 20 पढ़ेंगे। എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട, പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. जब वे तुम्हें पकड़वाएंगे तो ये चिंता न करना कि हम किस रीति से या क्या कहेंगे, क्योंकि जो कुछ तुमको कहना होगा वह उसी घड़ी तुम्हें बता दिया जाएगा, क्योंकि बोलने वाले तुम नहीं हो परंतु पिता का आत्मा तुम में बोलता है। ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ. इधर मैं एक बात कहना चाहता हूँ। ഇത് പ്രസംഗപീഠത്തിലെ കാര്യമല്ല. यहाँ पर प्रचार के समय में हम जब वेदी में खड़े होकर जो प्रचार करने का बात का समय का वाक्य नहीं है। ഇത് നമ്മളെ വിചാരണ നടത്തുമ്പോൾ പറയുന്ന കാര്യമാണ്. ये जब हमें पकड़ाया जाएगा और लोग हमसे सवाल पूछेंगे तभी क्या बोलना है उस विषय में। അത് ഈ കാര്യം എടുത്തുകൊണ്ട് പ്രസംഗപീഠത്തിലും നമ്മൾ അതിനെ അങ്ങോട്ട് മാട്ടിക്കൂട്ടി കളഞ്ഞാൽ പ്രിയമുള്ളവരെ, അത് നമ്മുടെ വാസ്തവത്തിൽ നമ്മളൊരു മടിയനാണെന്നുള്ളത് തെളിവാണ്. तो ये वाक्य को लेकर मैं प्रचार करते समय में जब मैं वेदी में खड़ा होकर जब मैं प्रचार करेगा उसके लिए ये वाक्य लेकर मैं अगर बोल रहा हूँ तो वास्तव में मैं एक आलसी विश्वासी हूँ। നമ്മള് വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവിടുത്തെ ജനത്തിന്റെ അവസ്ഥ അറിഞ്ഞ് നമ്മോട് സംസാരിച്ച് കൊടുത്തോണ്ടിരിക്കും, അത് വേറൊരു വിഷയം. हम लोग जब वचन बोलते समय में वेदी में खड़े होकर वचन बोलते समय में उस क्षण प्रभु लोगों का अवस्था जानकर आत्मा में हमको वचन और थोड़ा ज्ञान देगा, वो अलग बात है। എന്നാൽ നമ്മൾ ഒരുങ്ങാതെ, നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കാതെ നമ്മൾ സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുകയായിരുന്നു, ഞാൻ വലിയ തിരക്കായിരുന്നു, ദൈവത്തിന് അറിയാം, അതുകൊണ്ട് ഇപ്പം എനിക്ക് ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതും എന്തെങ്കിലും വീമ്പളക്കുന്നതും ഒക്കെ അത് വലിയ മടിയന്മാരുടെ ഒരു വലിയ ലക്ഷണം. लेकिन प्रभु की उस वेदी के सामने आते समय में थोड़ा तैयारी ना कर या फिर प्रभु से कुछ प्राप्त ना कर डायरेक्टली आकर वेदी में खड़े होकर प्रचार करके बोलना और बोलते मैं उधर इधर भाग रहा था, बहुत भागदौड़ किया, मेरे पास समय नहीं था, लेकिन ऐसा प्रभु मुझे अभी देगा बोलकर कुछ भी अगर ऐसा बोल दिया तो वो एक आलसी का स्वभाव है। പ്രിയമുള്ളവരെ, നമ്മൾ ദൈവ വചനത്തെ നമ്മുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും നമ്മളതിനെ മാട്ടിക്കൂട്ടി കളഞ്ഞ് നമ്മൾ ദൈവസന്നിധി ശിക്ഷായോഗ്യരാകരുത്. इसके लिए प्रभु का वचनों को हम अपने बुद्धि के आधार के समझ के आधार पर इसके हिसाब से अगर हम कार्य करेंगे तो हम लोग न्याय के लिए योग्य हो जाएंगे। അപ്പോൾ ഓരോ വിളിക്കപ്പെട്ട ജീവിതത്തിലും കർത്താവിന് പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. क्योंकि हर एक बुलाया हुआ विश्वासी को उनका एक खास उद्देश्य रहता है। അപ്പോൾ ആ ഉദ്ദേശം, ആ ലക്ഷ്യം, കർത്താവിന്റെ നമ്മളെ കുറിച്ചുള്ള ഹിതം നമുക്ക് മനസ്സിലാക്കുവാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമ്മൾ തയ്യാറായിരിക്കും. इसलिए प्रभु हमारे विषय में क्या उद्देश्य रखा है, हमारे विषय में क्या लक्ष्य रखा है, वो बोध को हम आत्मा में हमें पहचान कर उसके हिसाब से हमें चलना है। നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി വേണം നാം മുന്നോട്ട് പോകാൻ. क्योंकि हमारा बुलावट और हमारे चुनावट को उसको पक्का करके हमें आगे बढ़ना है। നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ ജീവിതം നമ്മൾ അല്പമായിട്ട് നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ, अगर पहला सप्ताह का पहला इतिहास का विश्वासी लोगों को अगर हम देखेंगे उस समय में प्रेरित लोग कैसा, विश्वासी लोग कैसा जिया अगर हम देखेंगे तो നമുക്കറിയാം ആദ്യ സമയത്തെ വിശ്വാസികളുടെ ചരിത്രമാണല്ലോ അപ്പോസ്തല പ്രവൃത്തികൾ. तो उनका वो पहला सप्ताह में जीने वाला विश्वासियों का इतिहास क्या है करके वो पुस्तक है प्रेरितों का कार्य। അവിടെ നമ്മൾ കാണാൻ കഴിയുന്നത്, उधर हम देखते हैं നമുക്ക് അതിന്റെ 8ാം അധ്യായത്തിലേക്ക് വന്നാൽ उसका 8वां अध्याय में जब हम आते हैं അതിന്റെ 1-2 വാക്യം വായിക്കാം. उसका 1-2 जब हम पढ़ते हैं പിന്നെ അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരുശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദിയ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെ കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യ സമയത്തുണ്ടായ ആദ്യ രക്തസാക്ഷിയുടെ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. तो यहाँ पर विश्वासियों के समय में उधर पहला शहीद हुआ या रक्तसाक्षी हुआ स्टेफानोस के बारे में हम देखते हैं। എന്നാല് അന്ന് ഈ വലിയ പീഡ ഉണ്ടായപ്പോൾ ജനങ്ങളെല്ലാം ചിതറിപ്പോയി. लेकिन उधर एक बहुत बड़ा प्रतिकूल अवस्था आते समय में 8:1 में हम देखते हैं लोग बढ़ गए, लोग दूर हो गए, അവർ തിത്രമിത്രമാവുകയാണ്. लोग तितर बितर हो गए। അവര് പിന്നെ എവിടെയെങ്കിലും പോയി പേടിച്ച് വരികയായിരുന്നു.
तो क्या वो लोग डर के उधर तितर बितर होने के बाद वो लोग डर के जिया, ऐसा है क्या? അതിന്റെ 4-ാം വാക്യം വളരെ ശ്രദ്ധയോടെ വായിക്കണേ. उसका 8 का 4 ध्यानपूर्वक पढ़ना है. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു. पढ़ेंगे 8 का 4. जो तितर बितर हुए थे वे सुसमाचार सुनाते हुए फिरे. आमीन. അപ്പോൾ അവർ അവരുടെ ദൗത്യം മറന്നില്ല. यानी कि वो लोग ने उनका मिला हुआ जिम्मेदारी वो लोग भूले नहीं. പ്രിയമുള്ളവരെ, ഇത്രമാത്രം പ്രതികൂലമാണ്, ജനങ്ങൾ കൊല്ലപ്പെടുകയാണ്. എങ്കിലും അന്നുണ്ടായിരുന്ന സഭ അവരുടെ ദൗത്യം മറക്കാതെ അവർ പോയിടത്തെല്ലാം സുവിശേഷം അറിയിച്ചു. അവിടെ എല്ലാം സഫल ഉണ്ടാകുവാൻ, ജനങ്ങൾ രക്ഷയിലേക്ക് വരുവാൻ, കർത്താവിലേക്ക് വരുവാൻ കാരണമായി തീർന്നു. इसलिए इतना बड़ा प्रतिकूल अवस्था में होते समय में, प्रतिकूल मतलब क्या है? उधर के विश्वासियों को पकड़कर मार डाल रहा है. ऐसा बुरा और भयानक प्रतिकूल अवस्था में भी विश्वासी जिधर जिधर लोग जाते हैं सब जगह पर धैर्य से प्रभु का सुसमाचार बांटकर वहां पर कलीसिया उत्पन्न कर प्रभु का राज्य और महिमा को बढ़ा रहे थे. നമുക്കറിയാം, ചരിത്രം വായിക്കുമ്പോൾ 3000, 5000 5000 എണ്ണിക്കൂടാത്ത വലിയൊരു കൂട്ടമായി മാറിക്കൊണ്ടിരുന്നു. हम देखते हैं कि अब इतिहास गवाह है कि पहला 3000 आया, फिर 5000 हो गया, फिर अनगिनत हो गया. അത് വർദ്ധിച്ചുകൊണ്ടിരുന്നു. और वो बढ़ते जा रहा था. വചനവും പരന്നുകൊണ്ടിരുന്നു. वचन भी बढ़ने लगा, फैलने लगा. ഇന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് വചനം പരക്കുന്നില്ലല്ലോ. लेकिन आज का समय क्या है? वचन फैल नहीं रहा. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, ഈ ദൈവവചനം പരക്കുന്നുണ്ടോ? इसलिए आज हमें देखना है कि वचन फैल रहे कि नहीं. നമ്മള് അപ്പോസ്തലപ്രവൃത്തി 6:7 വായിക്കുന്നത്, വചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. प्रेरितों का पुस्तक उसका 6 का 7 पढ़ेंगे. 6-7 Acts. परमेश्वर का वचन फैलता गया और यरूशलेम में चेलों की गिनती बहुत बढ़ती गई और याजकों का एक बड़ा समाज इस मत को मानने वाला हो गया. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സഭാ ജീവിതം, ഒരു സഭ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ സഭയെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഈ വചനം എല്ലാവരിലേക്കും പരക്കുവാൻ വേണ്ടിയിട്ടാണ്. इसके लिए प्रभु ने हमें एक जगह पर रखते समय में वहां पर प्रभु ने कलीसिया बांध कर रखा है. वो कलीसिया का अवस्था क्या है? वहां पर वो कलीसिया जिम्मेदार है कि वो उस जगह पर जहां पर रखा गया है प्रभु को प्रतिबिंबित करने के लिए, वहां पर वचन फैल रहे कि नहीं. ഞാൻ മന്മാടിലും പ്രജാപൂരിലും ഔറംഗാബാദിലും ഒക്കെ പോയി അവിടെ ജനങ്ങൾ മുന്നോട്ട് വന്ന് ഒരു കൂട്ടമായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഈ ദേശത്ത് നിങ്ങളെ ദൈവം വെച്ചിരിക്കുന്നത് നിങ്ങളിലൂടെ ഈ ദേശം മുഴുവനും സുവിശേഷം കേൾക്കണം, ഈ വചനം പരക്കണം, എല്ലാവരിലേക്കും വചനം എത്തിക്കണം. ഇത് നിങ്ങളുടെ ദൗത്യമാണ്, അത് നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ ചെയ്യണം എന്ന് അവരെ പറഞ്ഞ് എപ്പോഴും ഓർപ്പിക്കുമായിരുന്നു. तो मैं जब मनमाड़ में, औजार में, औरंगाबाद में जब मैं उधर जाकर सेवा करते समय में और कलीसिया भी वहां पर उत्पन्न हुआ, उधर के लोगों को मैं हमेशा इकट्ठा कर कर एक बात बोलता था कि देखो, आप ये देश के, इस प्रदेश के, इस नगर के आप गवाह हो. आपका एक ही जिम्मेदारी है कि आपको मिला हुआ सत्य आप बाकी सभी लोगों को बताए, वचन को फैलाए, सत्य का राज्य को फैलाए. നമ്മൾ ദൈവവചനം അറിയിക്കുന്നില്ലെങ്കിൽ അതിനെ ഒരു ദൈവസഭയായിട്ട് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. क्योंकि अगर हम प्रभु का वचन को अगर हम बांट नहीं रहे, उसको फैला नहीं रहे, तो वो प्रभु का कलीसिया करके बोल नहीं सकता. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും എവിടെ പോയാലും അവരെ കർത്താവിനെ സാക്ഷിക്കുവാനും ഈ വചനം മറ്റുള്ളവരിലേക്ക് പകരുവാനും അവർ കടപ്പെട്ടവരാണ്. क्योंकि उद्धार पाया हुआ हर एक विश्वासी वचन को फैलाकर प्रभु का प्रेम को बांटना सब जिम्मेदार है. Praise the Lord. प्रभु की स्तुति हो. നമ്മളത് മനസ്സിലാക്കണം. हमें ये बात समझना है. വചനം പരന്നു, वचन फैलने लगा. നമ്മള് അപ്പോസ്തല പ്രവൃത്തിയിൽ ഇത് തുടർമാനമായിട്ട് കാണാൻ കഴിയും. और प्रेरितों के कार्य में ये बातों को बार बार हम पढ़ सकते हैं. ഇത് ഓരോ വിശുദ്ധന്റെയും കർത്തവ്യമാണ്. ये एक पवित्र जन का एक बहुत बड़ा जिम्मेदारी है. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മറ്റ് ആത്മാക്കളെ കുറിച്ചൊരു ഭാരം ഉണ്ടാവും. ये उद्धार पाया हुआ विश्वासी बाकी जो नाश होने वाले लोगों के विषय में उसका हमेशा विचार और चिंता रहेगा. അപ്പോൾ അവർക്ക് ഈ സത്യം അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഈ സുവിശേഷം അവിടെ അറിയിക്കണം. तो उन लोग जो नाश हो रहे हैं उनको अगर ये बात जानना है तो हमें सुसमाचार बोलना जरूरी ഈ है. ജീവന്റെ വചനം അവരുടെ ഉള്ളിൽ അവരുടെ കാതുകളിൽ എത്തണം. ये जीवन का वचन उनका कानों तक पहुंचना है. അതെല്ലാവരോടും പറയാൻ ദൈവത്തിന്റെ കൽപ്പനയാണ്. और सभी को बताना है, ये प्रभु का आज्ञा है. അതാരാ ചെയ്യണ്ടേ? वो कौन करेगा? രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വിശുദ്ധന്റെയും കർത്തവ്യമാണ്. उद्धार पाया हुआ, नया जन्म पाया हुआ, प्रभु में विश्वास करने वाला हर एक विश्वासी ये जिम्मेदार है. നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ധാരാളം സ്ഥലത്ത് ഞാൻ 1-2 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അതിന്റെ 12-24 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-24. प्रेरितों का कार्य 12 का 24 में, इस तरह प्रेरितों में बहुत जगहों पर ये लिखा गया है. उसका 12 का 24 में हम पढ़ते हैं. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. परंतु परमेश्वर का वचन बढ़ता और फैलता गया. നോക്കണേ, ദൈവത്തിന്റെ വചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. प्रभु का वचन और बढ़ता रहा और फैलता रहा. അപ്പോൾ നമ്മൾ അതിന്റെ 13-ാം അധ്യായം 49-ാം വാക്യം വായിക്കുമ്പോൾ 13 का 49 അവിടെ വായിക്കുന്നത്, കർത്താവിന്റെ വചനം
ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. पढ़ेंगे। तब प्रभु का वचन उस सारे देश में फैलने लगा. എത്ര നല്ല കാര്യല്ലേ? कितना अच्छी बात है ना. നമ്മള് ചിന്തിക്കണം, ദൈവത്തിന്റെ വചനം അവിടെ എന്ത് ചെയ്തു? ആ നാട്ടിലെല്ലായിടത്തും എത്തി. उधर हम क्या पढ़ते हैं कि उस गांव में वो वचन पूरा फैलने लगा. അതിന്റെ 19-20 വായിക്കുമ്പോൾ 19 का 20 प्रेरितों 19-20 ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെട്ടു. इस प्रकार प्रभु का वचन बलपूर्वक फैलता और प्रबल होता गया. बलपूर्वक फैला और बल पाता रहा. ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, നമ്മളെ ദൈവം ആക്കിയിരിക്കുന്ന ദേശത്ത് ഇനി എവിടെയെങ്കിലും ദൈവത്തിന്റെ വചനം കേൾക്കാൻ ബാക്കിയുണ്ടോ? इसके लिए हम लोग जिस गांव में हम लोग जिस जगह पर हम रुके हैं वहां पर कोई भी क्षेत्र कोई भी जगह बाकी है क्या जहाँ पर वचन नहीं बोला हो? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. अगर नहीं है तो फिर हमें एक बहुत बड़ा जिम्मेदारी है. നമ്മളത് ചെയ്യണം. हमें उसे करना है. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ദൈവത്തിന്റെ വചനം അറിയിക്കുന്നത് നമ്മൾ ഉത്സാഹിക്കണം. हमें एक जगह पर प्रभु का वचन को बांटने के लिए उत्साह रखना है. ഇന്ന് നമുക്ക് സുവിശേഷം പറയുന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ? इसलिए आज हम सुसमाचार बांटने के विषय बोलने के विषय में क्या हमको आनंद है क्या? നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് ഇനിയും ആരെങ്കിലും കേൾക്കാൻ ബാക്കിയുണ്ടോ പ്രിയമുള്ളവരെ? हम जिस देश में जी रहे हैं उस देश में कोई बाकी रह गया है क्या? सुसमाचार सुना ना हो. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നിട്ടില്ല. अगर ऐसा है तो फिर हमारा जिम्मेदारी अभी तक खत्म नहीं हुआ है. നമ്മൾ ശ്രദ്ധിക്കണം. हमें ध्यान रखना है. ഞാൻ ചിന്തിക്കാറുണ്ട്, പൗലോസിനൊക്കെ ദൈവം കൊടുത്ത ഭാരം എത്ര വലുതായിരുന്നു. हमें देखना है पौलुस को जब प्रभु ने बोझ दिया वो कितना बड़ा बोझ से उसने कार्य किया. ഒരു ദേശത്ത് ചെന്നാൽ वो एक देश में जब जाता है ആ ദേശം മുഴുവൻ സുവിശേഷീകരിക്കണം. वो पूरा देश को सुसमाचार बांटता है. ഞാൻ രക്ഷിക്കപ്പെട്ട ശേഷം मैं उद्धार पाने के बाद ഞാൻ അവധിക്ക് 2 മാസം നാട്ടിൽ പോകുമ്പോൾ मैं छुट्टियों में जब 2 महीने के लिए गाँव जाता था. ഞാൻ കേരളത്തിൽ എന്റെ നാട്ടിൽ ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. मैं मेरे गाँव में केरला में मेरे गांव में किया बात को मैं बताता हूँ. അവിടെ മറ്റുള്ള ദേവദാസന്മാരോട് കൂട്ടിക്കൊണ്ട് ആ ദേശം മുഴുവനും സുവിശേഷീകരിക്കാനായിട്ട് ഒരു പ്രാവശ്യം 28 പേര് എന്നോട് കൂടെ ചേർന്നു. രാവിലെ മുതൽ വൈകിട്ട് വരും, ഒരു ദിവസത്തെ അല്ല. അങ്ങനെ ഈ 2 മാസത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു. तो मैं जैसे गांव में पहुंचते समय में मेरे आसपास के पड़ोस के सब दासों को मैं इकट्ठा कर हम लोग एक बार 28 लोग थे मेरे साथ. हम लोग दिन रात सुबह निकलते थे और रात को आते थे. ये एक दिन की बात नहीं, ऐसा पूरा 2 महीना मैंने प्रभु का सेवा के लिए समय बिताया है. എന്റെ കൂട്ടത്തിൽ ഒരു പാപ്പച്ചായ എന്ന് പറഞ്ഞ ഒരു അച്ചായൻ ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദാസൻ രാവും പകലും ഒരുപോലെ കർത്താവിന് വേണ്ടി അധ്വാനിച്ചിരുന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് വിശ്രമിക്കുക. मेरे साथ पापाचार्य नाम का एक प्रभु का दास था जो मेरे साथ रुककर सेवा करता था. आज प्रभु में वो सो गया है. എനിക്ക് ഒരുപാട് പേരെ കുറിച്ച് പറയാനുണ്ട്. उनको बोलने के लिए बहुत लोगों का नाम है. എങ്കിലും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ ഒരു ദിവസം പോലും നഷ്ടമാക്കാതെ ഓരോ ദേശങ്ങളിലും പോയി ദൈവത്തിന്റെ വചനം അറിയിക്കാനിടയായി. तो ऐसे एक भी दिन हम लोग बर्बाद ना करते हुए एक दिन हम लोग प्रभु का महिमा के लिए इस्तेमाल करके सेवा के लिए सुसमाचार बांटने के लिए हम लोग समय बिताते थे. ഇത് ആരെങ്കിലും നമ്മളെ പ്രഷർ ചെയ്തിട്ടല്ല. ये कोई भी हमारे ऊपर जबरदस्ती डालकर किया हुआ बात नहीं है. ദൈവത്തിന്റെ ആത്മാവിൽ ദൈവ സ്നേഹത്തിൽ നിറഞ്ഞ് ക്രൂശിലെ മഹാസ്നേഹത്താൽ നിറഞ്ഞ് ദൈവത്തിൽ നിന്നുള്ള ആ സ്നേഹത്തിന്റെ നിർബന്ധം നമ്മൾ 2 കൊരിന്ത്യർ 5:14 വായിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ആ നിർബന്ധത്തിലായി എല്ലാം ചെയ്തത്. बल्कि हमें प्रभु का वो प्रेम में हमें समझकर वो ज्ञान हमको मिलकर 2 कोरिन्थी 5:14 में हम पढ़ते हैं वो प्रेम में विवश होकर ये सब हम करते थे. നമുക്കിന്നത് കഴിയുന്നുണ്ടോ? क्या आज हमसे ये बातें हो पा रहे हैं क्या? നമ്മളെ ഒരു ദേശത്താക്കി വെച്ചിരിക്കുന്നെങ്കിൽ अगर हमें एक देश में रखा है तो ആ ദേശം കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയണം. वो देश प्रभु यीशु मसीह को जानना है. അതിനുള്ള ആ ഒരു ഭാരം യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കുന്നുണ്ടോ? वो बोझ क्या वास्तव में हमें चला रहा है क्या? ഈ ദൗത്യം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? ये जिम्मेदारी जो हमको दिया गया है ये हम समझ पा रहे हैं क्या? ബൈബിളിലെ ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ ചെയ്തുകൊണ്ടിരുന്നത് പ്രിയമുള്ളവരെ, അവർക്കെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും കർത്താവ് നഷ്ടപ്പെട്ടില്ല. കർത്താവ് അവർക്ക് ധനമായിട്ടുണ്ടായിരുന്നു. അവർ മറ്റുള്ളവരിലേക്ക് കർത്താവിനെ പകർന്നുകൊണ്ടിരുന്നു. ഈ വചനം പരന്നു, എല്ലായിടത്തും പരന്നു. ലോകത്തെല്ലായിടത്തും പരുന്നില്ലേ പ്രിയമുള്ളവരെ? ആ ശിഷ്യന്മാരിൽ ഒരുവനായ തോമസ് ലിയ നമ്മുടെ കേരളത്തിൽ പോലും വന്നില്ലേ? तो इसके लिए मैं बताना चाहता हूँ कि प्रभु का वचन किस तरह वो फैला. हमें हमेशा ये उन दिनों में प्रेरितों का कार्य प्रेरितों के समय में चेलों में उनका जीवन उनका बहुत कुछ नुकसान हो गया. उन लोग के पास कुछ भी अवस्था नहीं था लेकिन मसीह का नुकसान उनमें नहीं था. मसीह तभी भी उनमें था. मसीह का जीवन उनमें बढ़ते जा रहा था और वो लोग जिधर भी जाते थे जो भी देश में जाते थे वचन को फैलाते हम जीते थे. हम देखते हैं प्रेरितों के
12 चेलों ने उसने पूरा दुनिया में जाकर उन लोग ने सुसमाचार बांटा। यहाँ तक कि उसमें से 12 में से एक जो थॉमस था हमारे भारत में आकर केरला में आकर भी उसने वचन फैलाया। പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, इसलिए प्रिय मैं बताना चाहता हूँ എവിടെ പോയാലും हम किधर भी जाएंगे നമുക്ക് അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ കഴിയണം. हमें उधर प्रभु यीशु मसीह का नाम को ऊंचा उठाना जरूरी है। ഈ വചനം നമ്മളെ എവിടെയെങ്കിലും എത്തിച്ചാൽ അത് വ്യർത്ഥമായി പോകത്തില്ല. हमें क्योंकि ये वचन हम किधर भी जाके बोलेंगे वो निष्फल नहीं होगा। ഞാൻ ഹിമാചലിലായിരിക്കുമ്പോൾ मैं जब हिमाचल में था അത് 1991 പീരീഡിലാണ്. तो वो 1990 या 1990 या 1991 की बात है। ആ സമയത്ത് അവിടെ വചനം അറിയിച്ചു. उस समय में मैंने वचन बोला। എനിക്ക് ലഭിക്കുന്ന സമയങ്ങൾ മുഴുവൻ കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിച്ചു. मेरे को मिलने वाला समय को पूरा मैं प्रभु का महिमा के लिए इस्तेमाल किया। അവധി സമയങ്ങൾ छुट्टियों के दिनों में പിന്നെ അവിടേക്ക് ആയിരിക്കുമ്പോൾ 2 മാസത്തെ അവധി അവിടെ ജനത്തോട് വചനം അറിയിക്കാനായിട്ട് ഉപയോഗിച്ചു. 2 महीना जब मुझे छुट्टी मिलता था मैं गांव ना जाते हुए उधर ही रुककर उधर के लोगों में गांव में जाकर उनके गांवों में जाकर मैं प्रचार किया। കാഷ്വൽ ലീവ് 15 ദിവസം 2 പ്രാവശ്യം എടുത്തുകൊണ്ട് അവിടെ വചനം അറിയിച്ചു. कैजुअल लीव इस तरह बार लेकर 15 दिन का एक सेट रहेगा तो 2 बार लेकर मैं उधर ही रुककर मैं वचन बांटता था। ഇത് കൂടാതെ അവധി ദിവസങ്ങളെല്ലാം उसके अलावा छुट्टियों के दिनों में भी പിന്നെ എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ और हर दिन दोपहर के बाद का समय में भी നമുക്ക് മനസ്സുണ്ടെങ്കിൽ ദൈവം വഴി തുറന്നു തരും. क्योंकि अगर हमको मन है तो प्रभु रास्ता खोल के देगा। എത്ര അത്ഭുതകരമാണ്. कितना अद्भुत बात है। ഹിമാചൽ പ്രദേശില് അന്ന് പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, ഹിമാചലിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു കൂട്ടമായിട്ട് യുവൽ ക്യാമ്പിലെ ഒരു കൂട്ടം കർത്താവ് എഴുന്നേൽപ്പിച്ചു. प्रभु को दया से उस दिनों में 1990 में उस समय की बात है। उस दिनों में प्रभु ने एक अच्छा एक झुंड को प्रभु ने उस दिन तैयार किया था। ഞാൻ ഈ നാസിക്കിൽ വന്ന ശേഷം मैं इधर नासिक में आने के बाद ഏകദേശം ഞാൻ പറയട്ടെ ഒരു 25-30 വർഷത്തിന് ശേഷം तो लगभग 25-30 साल के बाद അവിടെ നിന്ന് ചിലരുടെ ഫോൺ വന്നു. उधर कुछ लोगों का कॉल आया। അവർ പറഞ്ഞു, സഹോദര, ഞങ്ങൾ ഇതാ ഇന്ന് കർത്താവിലാണ്. അന്ന് വന്ന് ഞങ്ങളുടെ വചനം പറഞ്ഞപ്പോൾ ഞങ്ങൾ കർത്താവിന് വേണ്ടി ഹൃദയം തന്നില്ല, എങ്കിലും ഞങ്ങളുടെ ഹൃദയത്തിൽ വേദനയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് സഭയോട് ചേർന്ന് പോകുന്നു. मैं तो उधर हिमाचल से मुझे कॉल आकर बोलने लगा, देखो हमें याद है आप उन दिनों में हमारे बीच में आकर आपने वचन बोला था। उस समय में हमने दिल नहीं दिया था, लेकिन हमारा मन बहुत व्याकुल था। लेकिन आज देखो हमने वचन को ग्राइंड किया है और बपतिस्मा लिया है, कलीसिया से जुड़ गया है और प्रभु का आनंद में हम बढ़ रहे हैं। അവരെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നത്, എനിക്ക് അവരെ വാസ്തവത്തിൽ ഓർമ്മയില്ല. तो उन लोग जब फोन करके पूछते हैं भाई आप हमको याद है क्या करके पूछते, सब वो लोग मुझे पूछ रहे थे, लेकिन इतना साल हो गया मुझे उनको याद नहीं था। എന്തായാലും അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. लेकिन फिर भी इस तरह का गवाही सुनने को मिला तो मुझे बहुत खुशी मिला। നമ്മൾ ഈ വചനം എവിടെയെല്ലാം എത്തിച്ചിട്ടുണ്ടോ ആ വചനം ഒന്നും വ്യർത്ഥമായി പോകത്തില്ല. क्योंकि प्रिय हम किधर भी जाकर ये वचन बांटते समय में ये वचन निष्फल नहीं होगा, कार्य करेगा। നമുക്ക് ഈ ചെറിയൊരു ആയുസ്സിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. हमें ये छोटा सा उम्र जो प्रभु ने दिया यही उम्र में ये बातें होगा। നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും സമയങ്ങളും എല്ലാം നമ്മൾ ഈ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. हमें मिलने वाला ये समय जो मौका है प्रभु में और उत्साह से प्रभु की सेवा का इस्तेमाल करें। നമ്മുടെ സാക്ഷ്യമെങ്കിലും മറ്റുള്ളവർ പറ. कम से कम हमारा गवाही दूसरों को बताओ। ബാക്കി പറയേണ്ടത് ആ സമയത്ത് നിശ്ചയമായും ദൈവം നമുക്ക് തരുകയും നമ്മളെ ദൈവത്തിന്റെ മഹത്വത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. आमीन। और जैसे हम बोलते समय में उस समय प्रभु का आत्मा हमें इस्तेमाल करेगा, हमें बल देगा, सहायता करेगा, क्या बोलना है कैसे बोलना वो सब करने के लिए पवित्र आत्मा अपना महिमा के लिए इस्तेमाल करेगा। ഏതെല്ലാം സ്ഥലത്ത് കർത്താവ് ജോലിയോടുള്ള ബന്ധത്തിൽ അയച്ചോ ആ പ്രദേശങ്ങളിലെല്ലാം സുവിശേഷം അറിയിക്കാൻ കർത്താവ് സഹായിച്ചു. जिधर भी मेरे पोस्ट के हिसाब से मुझे जब दूसरा जगहों पर मुझे पोस्टिंग मिलता था उस सब जगह पर प्रभु का वचन बांटने के लिए प्रभु ने मुझे इस्तेमाल किया। നാസിക്കിൽ വന്ന ശേഷം ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു വട്ടമല്ല അനേക വട്ടം സുവിശേഷം അറിയിച്ചു കഴിഞ്ഞു. मैं नासिक में आने के बाद ये एक जगहों में शहरों में एक बार नहीं बार जाकर सुसमाचार बोलने का प्रचार करने का मौका मिला। പൗലോസ്ലീഹ പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്. पौलुस गवाही देता है റോമാലേഖനം 5-23 रोमियो 15:23 में ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സ്ഥലമില്ല. ഓ, അത് എത്ര ഭയങ്കര സാക്ഷിയാ. ഇപ്പോഴോ എനിക്ക് ഈ ദിക്കുകളിൽ ഇനി സുവിശേഷം പറയാൻ സ്ഥലമില്ലെന്നാ പറയുന്നത്. पढ़ेंगे। अब इन देशों में मेरे कार्य के लिए और जगह नहीं रही। देखो उसका अवस्था देखो, मतलब उसने इतना सेवा किया कि वो जगह जहाँ पर वो रह रहा है बता उधर अभी जगह बाकी नहीं रहा, सब जगह पे सुसमाचार बोल दिया है उसने। ഓ, എത്ര ശ്രേഷ്ഠമല്ലേ. वो कितना श्रेष्ठ बात है ना। നമ്മള് ആയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ചുറ്റുപാടുകൾ കർത്താവിനെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ
നമ്മളുടെ ഉത്തരവാദിത്വം തീർന്നിട്ടില്ല. इसके लिए प्रिय हमारे बीच में हमारे आसपास के पड़ोस में कि वो कोई भी अगर प्रभु को जाना नहीं है तो हमारा जिम्मेदारी खत्म नहीं हुआ है. ഇന്നിപ്പോൾ പലരും ചെയ്യുന്നത് എന്തുവാ? आज लोग क्या करते हैं? സുവിശേഷം അറിയിക്കുകയല്ല, सुसमाचार नहीं बोलते, വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ വഞ്ചിക്കുകയും बल्कि जो विश्वास में है उनको भी धोखा देकर उनको गिराकर विश्वास में गिराने देखते हैं. എത്ര ദുഃഖകരമല്ലേ? कितना बुरा बात है वो. യഥാർത്ഥ വിശ്വാസിയെ സത്യവചനത്തിൽ നിന്ന് വഞ്ചിക്കപ്പെടുന്ന ഭയങ്കര വഞ്ചനയുടേതായ പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ പെരുകിക്കൊണ്ടിരിക്കുന്നു. आज बल्कि सच्चा विश्वासी जो विश्वास में खड़े उनको धोखा देकर उनको गिराकर ये गिरा हुआ अवस्था में चला जाना, इस तरह का बातें फैल रही है. നമുക്ക് സുവിശേഷം പറയാനായിട്ട് അഭിമാനം ഉണ്ടായിരിക്കണം. इसलिए हे प्रिय, आज सुसमाचार बांटने के लिए हमें अभिमान होना चाहिए. എവിടെ അഭിമാനിക്കണ്ടേ? किस बात पर अभिमान करना है? അതും പൗലോസിലെ പറയുന്നുണ്ട്. वो भी पौलुस कहता है. നമ്മൾ അതേ 15 റോമർ 15 അധ്യായം 19-20 വാക്യം വായിക്കും. तो रोमियो 15 का 19 और 20. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്യൂരിയ ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ നാമം അറിഞ്ഞിട്ടുള്ള ഇടത്തിലല്ല എന്ന് പറഞ്ഞാല് ക്രിസ്ത്യാനികളുടെ മധ്യത്തിലല്ല, ക്രിസ്തുവിനെ അറിയാത്ത ജനങ്ങളുടെ മധ്യത്തിലാണ് തന്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നത്. पढ़ेंगे. और चिन्हों और अद्भुत कामों के सामर्थ्य से और पवित्र आत्मा की सामर्थ्य से मेरे ही द्वारा किए, यहाँ तक कि मैंने यरूशलेम से लेकर चारों ओर इलुरिकुम तक मसीह के सुसमाचार का पूरा प्रचार किया. पर मेरे मन की उमंग यह है कि जहाँ मसीह का नाम नहीं लिया गया वही सुसमाचार सुनाओ, ऐसा न हो कि दूसरों की नींव पर घर बनाओ. तो जिधर मसीह का नाम लिया ना, बोला ऐसे जगहों पर जहाँ पर सुसमाचार नहीं बोला है उधर जाकर वो बोला है. मतलब जिधर पहले वो लोग मसीह लोग हैं उनके बीच में जाकर सुसमाचार बोला, ऐसा नहीं. जिधर प्रभु का नाम सुना नहीं उधर जाकर खास रूप में प्रचार करो. 21 വാക്യം വളരെ ശ്രദ്ധേയമാണ്. उसका 21वां वाक्य देखो कितना खास रूप में लिखा है. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. परंतु जैसा लिखा है वैसे ही हो, जिन्हें उसका सुसमाचार नहीं पहुंचा वे ही देखेंगे और जिन्होंने नहीं सुना वे ही समझेंगे. അപ്പോൾ ऐसा लोगों के बीच में भजन सुनने के लिए मैं मतलब ये करता हूं करके പ്രിയമുള്ളവരെ, ഇവിടെ താൻ എവിടെയാണ് താൻ അഭിമാനിച്ചത്? उसका 20 का शुरुआत पढ़े. पर मेरे मन की उमंग यह है. मन की उमंग वही कि मैं उसका मन का उमंग यही था, वो पौलुस का जीवन का खुशी यही था कि सब जगह जिधर प्रचार सुना नहीं है वो जगह पर जाकर मसीह के बात बताओ. ഇന്ന് ചിലര് ക്രിസ്ത്യാനികളെങ്കിലും ഉണ്ടോ അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കാൻ പോവാ. आज लोग क्या करते हैं, इधर मसीह लोग किधर है उन लोगों को जाके सुसमाचार बोलकर उनको फिर से मसीह बनाने का कोशिश करते हैं. लॉर्ड जीसस. ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എല്ലാം സ്വർഗം കാണുന്നു. क्योंकि प्रिय हम करने वाला एक ही क्रियाओं को स्वर्ग देखता है. പലരും കർത്താവിന്റെ സഭയല്ല പണിയുന്നത്, ബാബേലിനെ ഉണ്ടാക്കുക. ബാബേൽ പണിയിൽ അനേകരും വ്യാപൃതരാണ്. പ്രിയമുള്ളവരെ, നമ്മള് ഇന്ന് പണിയുന്നത് കർത്താവിന്റെ ആ ശരീരത്തെയാണോ അതോ നമ്മളൊരു ബാബേൽ പണിതുകൊണ്ടിരിക്കുകയാണ്? तो इसके लिए बहुत लोगों को कलीसिया बांधने में कोई दिलचस्पी नहीं है, लेकिन बाबेल बांधने में उनको बहुत दिलचस्पी है और उसमें वो लोग बहुत उन्नति पाकर बढ़ते रहते हैं. इसलिए हम लोग प्रभु का राज्य में बढ़ोतरी करने के लिए कलीसिया को बांध रहे हैं या बाबेल बांध रहे हैं. ആ സംഘടനക്കാർ ഈ സംഘടനയാണ് വലുത്, ഈ സംഘടനയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സംഘടനയിൽ നിന്നും സംഘടനയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രവൃത്തി. तो आज वो संगठन से अच्छा ये संगठन है, ये संगठन में आपको ज्यादा फायदा मिलेगा, बहुत आपको फायदा होगा, लाभदायक होगा बोलकर ये सब का कुछ अच्छा बातें बोलकर एक संगठन से दूसरा संगठन में लेकर आने का अवस्था का कार्य चल रहा है. ഈ സംഘടനയിൽ വന്നവർക്ക് പെൻഷൻ കിട്ടും, ये संगठन में आएगा तो आप लोगों को पेंशन मिलेगा, ശമ്പളം കിട്ടും, आपको पगार मिलेगा. ഇത് കർത്താവിന്റെ വേലയാണോ? ये प्रभु का सेवा है क्या ये सब? ഇന്ന് എത്രമാത്രം ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. आज कितना अधिकतर लोग धोखे में जी रहे हैं. ശമ്പളത്തിന് വേണ്ടിയും പെൻഷന് വേണ്ടിയാണോ കർത്താവിന്റെ വേല? क्या पगार के लिए या पेंशन के लिए है क्या प्रभु का सेवा? നമ്മൾ ഈ സത്യവചനം അറിയണം. इसलिए हमें सत्य वचन जाने. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നതിന് തക്കവണ്ണം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. हमें प्रभु ने जिस बुलावट से बुलाया है उसको जानकर सही रीति से हम करें. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ അത് പ്രവൃത്തി കൊണ്ട് തെളിയിക്കുന്ന ഒരു ജീവിതമാണ്. इसलिए एक सच्चा विश्वास जीवन बोला तो क्रिया के द्वारा साबित करने वाला एक जीवन है. നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് കർത്താവിനെ സാക്ഷിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയാണ്
എന്ന് പറയുന്നതിനകത്ത് ഒരു അർത്ഥം ഉണ്ടായിരിക്കും. इसलिए कम से कम प्रभु का एक गवाह बनकर जीने के लिए, सेवा करने के लिए गवाह बोलने का अवस्था भी अगर हमें नहीं है तो एक विश्वासी है करके बोल नहीं सकते. നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് നിങ്ങൾക്ക് ഈ സുവിശേഷം പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ടോ? हमें जिन जिन लोगों से हम मिलते हैं उन लोगों को कम से कम सुसमाचार बोल पाते हैं क्या? ഞാൻ നാസിക്കിലുള്ള വിശുദ്ധന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. मैं नासिक के पवित्र लोगों को मैं देखकर, मैं याद कर मैं धन्यवाद देता हूँ प्रभु. ഒരു 99% ആൾക്കാരും മറ്റൊരു സുവിശേഷം പറയാൻ അവർ വളരെ ഉത്സാഹികളാണ്. लगभग 99% लगभग सभी विश्वासी लोग, 99% लोग हमेशा उत्साह के साथ सुसमाचार बोलने के लिए हमेशा उत्सुकता से तैयार रहते हैं. കർത്താവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരു യൂദ ഉണ്ടായിരുന്നല്ലോ. जैसे प्रभु के 12 चेलों में से एक यूदास इस्करियोत था. ആ റേഷ്യോ ഇന്നും ഈ സഭയിലൊക്കെ ഉണ്ടാവും. आज वही सेम रेशियो को अगर माफ करेगा तो कलीसियाओं में भी ऐसा लोग मिलेंगे. അതുകൊണ്ട് 100% അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. इसके लिए पूरा 100% सभी लोग थे करके मैं बोलूंगा नहीं. ഒരു ചെറിയ ഒരു പിന്നെ എണ്ണത്തിൽ കാണും. क्योंकि हर एक झुंड में उधर उधर के लोग, युदास के स्वभाव के लोग रहते हैं. എങ്കിലും ഹല്ലേലൂയ, എല്ലാവരും കർത്താവിനെ അറിയിക്കുന്നതിൽ ഉത്സുകരാണ്. लेकिन सभी लोग प्रभु को बताने का उत्सुकता में वो लोग सेवा कर रहे हैं. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. प्रभु का महिमा हो. ഞാൻ ഒരു വിശ്വാസിയാണെങ്കിൽ അത് നമ്മൾ പ്രവൃത്തിയാൽ തെളിയിക്കണം. मैं एक विश्वासी हूँ तो मेरे क्रिया के द्वारा प्रकट होना है. അത് നമുക്ക് നമ്മുടെ പ്രാണന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ അനിവാര്യമാണ്. तो वो मेरा प्राण का उद्धार के लिए वो लागू होता है, उसका फायदा के लिए. ഇതിനകത്തൊക്കെ വളരെ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യമുണ്ട്. അത് അടുത്ത ക്ലാസ് ഞാൻ നിങ്ങളോട് പറയാം. इस सब में एक रहस्य बात भी है जो मैं अगले क्लास में बताऊंगा. അതുകൊണ്ട് നമ്മള് രക്ഷിക്കപ്പെട്ടു, നമ്മുടെ കാര്യമെല്ലാം കഴിഞ്ഞു, ഇതുവരെ നീ രക്ഷിക്കപ്പെട്ടവൻ നിന്റെ കാര്യം എന്താ നടന്നത്? ഒന്നും നടന്നിട്ടില്ല. നിന്റെ ഭാഗത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അതൊക്കെ ദൈവം ചെയ്തതാ. അതുകൊണ്ട് നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിന്നെ കുറിച്ചുള്ള ദൈവോദ്ദേശം നീ അറിയണം. तो इसके लिए तू उद्धार पाया है करके बोलकर उद्धार का कार्य तो हो चुका है, लेकिन उसके बाद क्या? क्योंकि अभी तक उद्धार का जो भी कार्य किया वो प्रभु ने तेरे अंदर किया है. अभी तेरा बढ़ोतरी का बात का क्या? उस बात को तुझे संभाल कर एक भक्तिपूर्वक जीवन जीना जरूरी है. ഇതില് അതുകൊണ്ട് നീ ഒരു പിന്നെ എന്താണ്, തണുത്തതും അല്ല ചൂടും അല്ല, ഇടയ്ക്കുള്ള ആ ഗുൺഗുണാർത്തിയ അവസ്ഥ എന്ന് പറഞ്ഞാല് വാട്ടത്തിന്റെ അവസ്ഥ, വാടിയ വെള്ളം ഉപയോഗിക്കാൻ കൊള്ളാത്തൊരവസ്ഥയിലാകരുത്. इसके लिए ठंडा भी नहीं, गर्म भी नहीं, लेकिन उसका बीच का वो गुंगलाट का अवस्था ना रहे. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. प्रभु हम सबको सहायता करे. കർത്താവിന്റെ കൃപ നിങ്ങളെല്ലാവരും കൂടെ. प्रभु का अनुग्रह हम सब में बसे. आमेन.